ഹലോ എവരി വൺ, എല്ലാവരും ജോയിൻ ചെയ്യുന്നേ ഉള്ളെന്ന് തോന്നുന്നു. ഇന്നത്തെ സെക്ഷൻ എടുക്കുന്നത് അജ്മലാണ്. സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇൻഫർമേഷനും കൂടെ തരാനുണ്ട്. അതായത് നാളെ നമുക്ക് സെക്ഷൻ, അതായത് ജനറൽ സെക്ഷൻ ഉണ്ടാകത്തില്ല ഓണമായതുകൊണ്ട്. ബട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റെഗുലർ ടൈമിൽ തന്നെ നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. നോർമൽ റെഗുലർ സെക്ഷൻ നാളെ എന്തായാലും ഉണ്ടാകത്തില്ല. ഹലോ, ഹലോ. അപ്പോൾ അജ്മലല്ലേ ഇന്നത്തെ സെക്ഷൻ എടുക്കുന്നത്? സ്റ്റാർട്ട് ചെയ്തോ. അതെ. നോയ്സിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഹലോ, am I audible? കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ആളെ കേൾക്കാൻ പറ്റുന്നുണ്ട്. എടുത്തെടുത്തോ. ഹലോ, അതൊക്കെ തുടങ്ങിക്കോ. ഓക്കെ. അല്ല, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സെഷൻ എന്താ വെച്ചാൽ, ഇന്നലെ ഫായ്സ് തീർത്തു വെച്ചില്ലേ ആപ്പ് ബാർ, അതിന്റെ ബാക്കിയാണ്. ഇപ്പൊ നമ്മള് ഈ ക്ലാസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു ബൂട്ട് ക്യാമ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ആപ്പിന്റെ ഡിസൈനിന്റെ ബാക്കി പാർട്ടാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കോഡിലേക്ക് പോവാം. അപ്പൊ ആദ്യം നമുക്ക് ആപ്പ് ഒന്ന് റൺ ചെയ്യാം. അപ്പൊ ഇന്നലത്തെ ബാക്കിയാണിത്. എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്തോ, ആപ്പ് ഒന്ന് റൺ ആവട്ടെ. ചോദിക്കാത്ത ഇന്നത്തെ സെക്ഷനിലോ പറ്റിയേക്കാം. ടൈമൊക്കെ വേസ്റ്റ് ചെയ്യണ്ട. എല്ലാരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്.
മാർജിൻ, പാഡിങ്, ബോർഡർ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറയാമോ? ഓക്കെ. കണ്ടെയ്നറിൽ തന്നെയുള്ള സ്റ്റൈലുകളാണ് ഇതിന്റെ ഈ മൂന്നെണ്ണം. പക്ഷെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ CSS എന്താ വ്യത്യാസം അതല്ല ആ സ്റ്റൈലിൽ. ഇപ്പൊ പാഡിങ് ആകുമ്പോ നമ്മുടെ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഡ്ജറ്റ് അതിന്റെ ഉള്ളിലെ സ്പേസിങ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയാണ് പാഡിങ് ഉപയോഗിക്കുന്നത്. മാർജിൻ അതുപോലെ അതിന്റെ പുറത്തുള്ള സ്പേസിങ്. ബോർഡറിന്റെ പേര് തന്നെ ബോർഡർ കൊടുക്കാൻ വേണ്ടി. ഓക്കെ. അതില് പാഡിങ് മാർജിന് പല രീതിയിൽ കൊടുക്കാം. ഇപ്പൊ നമുക്ക് സാധാരണ CSS നമ്മൾ ചെയ്യണ പോലെ തന്നെ നമുക്ക് എല്ലാത്തിനും പാഡിങ് കൊടുക്കാം. മാർജിന് സെയിം തന്നെ കേട്ടോ. അത് ഒരു സൈഡിൽ മാത്രം പാഡിങ് കൊടുക്കാം, അല്ലെങ്കിൽ മാർജിൻ കൊടുക്കാം. ഇനി അതല്ല നമുക്ക് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആയിട്ടും മാത്രമായിട്ട് കൊടുക്കാം. നമ്മൾ CSS ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് കൊടുക്കാമല്ലോ. അതേപോലെ 3 രീതിയിൽ നമുക്ക് ഫ്ലട്ടറിൽ കൊടുക്കാം. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആകെ എല്ലാം സാധനം കൂട്ടായിരുന്നു അല്ലെ? എഡ്ജ്, ഇൻസെറ്റ്, നോട്ട് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ആയിട്ടാണ് പാഡിങ് കൊടുക്കണം. അതേപോലെ മാർജിൻ അതേ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾ ആയിട്ടായിരിക്കും മാർജിന് കോഡ് കൊടുക്കണം. നമുക്ക് ബാക്കിയുള്ള നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഉള്ളിയും ഞാൻ നേരത്തെ പറഞ്ഞ വെർട്ടിക്കലും ഹൊറിസോണ്ടലൊക്കെ. പിന്നെ ബോർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ബോർഡർ കൊടുക്കാം. പിന്നെ അതിന്റെ പോലെ കുറച്ച് കളേഴ്സ് ഉണ്ട്. ലൈക്ക് ബോർഡേഴ്സിന് നമുക്ക് കളർ കൊടുക്കാം. പിന്നെ എന്തോരം വിഡ്ത്ത്, ബോർഡറിന്റെ വിഡ്ത്ത് ഉണ്ടല്ലോ, ആ വിഡ്ത്ത് നമുക്ക് കൊടുക്കാം. നമ്മൾ സ്ട്രോക്ക് കൊടുക്കൂലോ നമ്മ CSS ല്, അതേപോലെ ബോർഡറിന് എന്തോരം വിഡ്ത്ത് വേണോ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ ടു റൺ ഫ്ലട്ടർ ഇൻ എമുലേറ്റർ. ഓക്കെ. അത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യം ആൻഡ്രോയിഡ് സ്റ്റുഡിയോയില് നമ്മുടെ എന്താണ് എമുലേറ്ററിന്റെ ഒരു മാനേജർ ഉണ്ട്, ABD എന്ന് പറയും. അപ്പൊ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. എവിടെന്നാ ചോദിച്ചാൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയില് ടോപ്പ് റൈറ്റ് സൈഡിൽ കുറച്ച് ഐക്കൺസ് ഉണ്ടാവും. മൗസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് എന്തൊന്നാണെന്ന് കാണിക്കും. അപ്പൊ അവിടെ കാണിക്കും ABD മാനേജർ എന്ന് കാണിക്കും. അവിടെ നെക്കിക്കഴിഞ്ഞാൽ ഒരു പോപ്പ് ബാർ വരും. നമുക്ക് അവിടെ ഫസ്റ്റ് ആണ് എഴുതി വെച്ചിട്ടുണ്ടാവും സ്റ്റാർട്ട് സെറ്റിംഗ് എമുലേറ്റർ എന്ന് എഴുതി കാണിക്കുന്നുണ്ടാവും. ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി നിങ്ങൾ ജസ്റ്റ്. ഓക്കെ. അപ്പൊ ഒരു സെക്ഷൻ വരുമ്പോ ഏത് എമുലേറ്റർ വേണോ ചോദിക്കും. മൊബൈൽ ഏത് വേണം, ഐഫോൺ അങ്ങനെ, ഐഫോൺ അല്ല ആൻഡ്രോയിഡ് പിക്സൽ, മോട്ടോ, അങ്ങനെ ഏത് മൊബൈൽ വേണം ആ മൊബൈൽ സെറ്റ് ചെയ്യുക. എത്ര റെസൊല്യൂഷൻ വേണം അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം അവിടെ തന്നെ. ഓക്കെ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ഡൗൺലോഡിങ്സ് ഉണ്ടാവും നിങ്ങൾ ആദ്യത്തെ വട്ടം ചെയ്യണമെങ്കിൽ. ഓക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ എമുലേറ്റർ ഓക്കെയാണ്. അത് കഴിഞ്ഞ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓഫ് ആയതാലും എമുലേറ്റർ ഓഫ് ആക്കണ്ടാതിരുന്നാൽ മതി. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓഫ് ആയി കഴിഞ്ഞാൽ എമുലേറ്റർ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവില്ല. ഓക്കെ. എന്നിട്ട് VS കോഡിൽ സാധാരണ നമ്മൾ ഫ്ലട്ടർ റൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എമുലേറ്ററിലായിട്ടുള്ള ആപ്പ് വരാൻ പോകും. ഇപ്പൊ ഈ ഒരു കേസിൽ ഇപ്പൊ ഫസ്റ്റ് ടൈം നിങ്ങൾ എമുലേറ്റർ ഉണ്ടാക്കി അല്ലേ? അപ്പൊ എമുലേറ്റർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് പിന്നെ ഒന്നും കൂടെ എമുലേറ്റർ യൂസ് ചെയ്യണം. എമുലേറ്റർ പിന്നെ ഒന്നും കൂടെ യൂസ് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലേക്ക് നിങ്ങൾ പോകണ്ട. നിങ്ങൾക്ക് VS കോഡിൽ തന്നെ അടിയിൽ നോ ഡിവൈസ് കാണിക്കൂലേ, അന്നൊക്കെ മോളിൽ കാണിക്കും. മോളിൽ ഡ്രോപ്പ് ഡൗണിൽ നിങ്ങളുടെ എമുലേറ്റർ കാണിക്കും. നിങ്ങൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സെറ്റ് ചെയ്താൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ തന്നെ VS കോഡിൽ തന്നെ ഓപ്പൺ ആയി വന്നു എമുലേറ്റർ. ഓക്കെ.
ഹലോ, ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടോ ഇത് ഒന്ന് ടൈം എടുക്കുന്നുണ്ട്? കുറച്ച് പാക്കേജ് ഒക്കെ ഡൗൺലോഡ് ആവാനുണ്ടാവും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. ഇത്ര ടൈം എടുക്കാറില്ല സാധാരണ, എന്താ അറിയില്ല. ഫ്ലട്ടറിന് റിയാക്ട് നേറ്റീവ് ആണോ ഫ്ലട്ടർ ആണോ യൂസ് ചെയ്യുന്നത്? ഓക്കെ, അത് ആൾക്കാർ ചൂസ് ചെയ്യണോലിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ രണ്ടും ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് ഈസി അത് ട്രൈ ഔട്ട് ചെയ്യാൻ നമ്മൾ പറയാറുണ്ട്. അത് ഓരോ ആൾക്കാർക്ക് ചിലപ്പോൾ ഓരോ ആൾക്കാർക്ക് ജാവാസ്ക്രിപ്റ്റ് ആക്കി ഈസി, കാരണം അത് നമ്മൾ യൂസ് ടു ആയിട്ടുണ്ട്. ചിലർക്ക് ഫ്ലട്ടർ ആക്കി ഈസി. ഈ കോഡ് എല്ലാവർക്കും വായിക്കാൻ പറ്റുള്ളേ? ഹലോ, വായിക്കാം. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് തുടങ്ങാം. ഇന്നലെ ചെയ്ത് നിർത്തിയത് ഇതിലെ ആപ്പ് ബാർ വരെയായിരുന്നു. വായിച്ച് ഇന്നലെ ചെയ്ത് നിർത്തിയത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഹോം പേജ് അല്ലേ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? കാണാം. ഈ ആപ്പിന്റെ ഹോം പേജ്, സിറ്റി, സാൻ ഫ്രാൻസിസ്കോ, ബാക്കിയുള്ള സാധനങ്ങൾ, അതായത് അതാണ് അതിന്റെ ഹോം പേജ്. നമ്മളിന്ന് ഈ ഹോം പേജ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഇന്നലെ ചെയ്ത് നിർത്തിയത് നമുക്ക് ഇവിടെ കാണാം. ഒരു മിനിറ്റ്, സിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇന്നലെ നമ്മൾ ചെയ്തെടുത്തിയത് ഇവിടം വരെയാണ്. ആപ്പ് ബാറിലെ 2 ഐക്കൺസ് ഉണ്ട്, വേറെ ഒന്നുമില്ല. ഇനി ഇതില് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇന്നലെ നമ്മൾക്ക് തന്നിട്ടുള്ള ഡിസൈനില് ഇവിടെ ഒരു പാഡിങ് ഉണ്ട്. ഇതിൽ ആ പാഡിങ് ഇല്ല. ഇതിൽ നമ്മൾ സ്ക്രീനിനോട് തൊട്ട് ചേർന്നാണ് 2 ഐക്കണും ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിലൊന്ന് ആദ്യം ഒന്ന് പാഡിങ് കൊടുക്കാം. അതിന് കസ്റ്റം ആപ്പ് ബാർ. ഇപ്പോ VS കോഡ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ VS കോഡിലാണെങ്കിൽ ഇവിടെ ഒരു ലൈറ്റിന്റെ ഐക്കൺ ഉണ്ടാവും. അതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റാപ്പ് വിത്ത് പാഡിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഇത് വെച്ചിട്ട് പാഡിങ് കൊടുക്കാം, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറ്റില്ല എന്ന് തോന്നുന്നു. പറ്റില്ലെങ്കിൽ നമ്മൾ പാഡിംഗ് എന്ന് പറഞ്ഞൊരു വിഡ്ജറ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ട് അതിൽ ചൈൽഡ് ആയിട്ട് നേരത്തെ ഉണ്ടാകുന്ന റോ കോപ്പി പേസ്റ്റ് ചെയ്താലും മതി.
നമുക്ക് എഡ്ജ് ഇൻസെറ്റ് ഓൾ ആണ്. ഇന്നലെ ഫായ്സ് പറഞ്ഞല്ലോ പാഡിങ് എന്താണെന്നുണ്ടാവും, ഇന്നലെ പറഞ്ഞായിരുന്നു. ഇതിൽ ഓൾ ഉണ്ട്, എഡ്ജ് ഇൻസെറ്റ് ഡോട്ട് ഓൾ ഉണ്ട്, സിമെട്രിക് ഉണ്ട്. സിമെട്രിക് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലാകെ 2 വാല്യൂ കൊടുക്കാൻ പറ്റുള്ളൂ, ഹൊറിസോണ്ടൽ വെർട്ടിക്കല്. വെർട്ടിക്കൽ കൊടുക്കുമ്പോൾ വെർട്ടിക്കൽ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ പാഡിങ്, ഇപ്പോൾ വെർട്ടിക്കൽ പാഡിങ് 10 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിഡ്ജറ്റിന്റെ അതിന്റെ ചൈൽഡിന്റെ എന്താ പറയാ ചൈൽഡിന്റെ മേളിലും താഴത്തും പാഡിങ് വരും. ഹൊറിസോണ്ടൽ കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് വരും. നമുക്ക് ഹൊറിസോണ്ടൽ കാണാം. ഹൊറിസോണ്ടലി കൊടുത്തു കഴിഞ്ഞപ്പോ സൈഡിൽ ഒരു പാഡിങ് കിട്ടി. ഇനി മേളില് ആയിട്ട് നമുക്ക് വെർട്ടിക്കൽ കൊണ്ട് കൊടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് പറയാൻ വേണ്ടിയാണ് സിമെട്രിക് എടുത്തത്. ഇപ്പൊ നമുക്ക് ചുറ്റും പാഡിങ് ഉള്ള ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് ഓൾ കൊടുക്കാം. ഓൾ കൊടുത്താലും സെയിം തന്നെയാണ്, ജസ്റ്റ് വാല്യൂ കൂട്ടി കൊടുക്കുന്നുള്ളൂ, സെയിം തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു പാർട്ട് ഉണ്ടാക്കാം, സിറ്റി സാൻ ഫ്രാൻസിസ്കോ എന്നൊരു പാർട്ട് ഉണ്ടാക്കാം. ഇതിലെങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ സ്ക്രീൻ ഫുൾ ആയിട്ട് സ്ക്രോൾ ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പോ ഇവിടെ 2 ഹൗസിന്റെ ഇമേജോ കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോ ഇതിൽ എക്സ്ട്രാ ഒരു 2-3 വന്നാൽ പേജ് സ്ക്രോൾ ചെയ്യാൻ പറ്റണം. അതിനായിട്ട് ഒരു വിഡ്ജറ്റ് ഉണ്ട്. നമുക്ക് ഈ സേഫ് ഏരിയയുടെ അകത്ത് ഈ ഒരു വിഡ്ജറ്റിനെ റാപ്പ് ചെയ്യാം. സിംഗിൾ ചൈൽഡ് സ്ക്രോൾ വ്യൂ. ഈ സിംഗിൾ ചൈൽഡ് സ്ക്രോൾ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സ്ക്രീൻ ഓവർഫ്ലോ ആവുകയാണെങ്കിൽ, അതായത് സിംഗിൾ ചൈൽഡ് സ്ക്രോൾ വ്യൂയുടെ പാരന്റിന്റെ സൈസാണ് സിംഗിൾ ചൈൽഡ് എടുക്കുള്ളൂ, പാരന്റിന്റെ സൈസ് എടുക്കും. അപ്പൊ അതിന്റെ സൈസിനേക്കാൾ കൂടുതൽ വലിപ്പമുള്ള ചൈൽഡ് വരാണെങ്കിൽ അത് സ്ക്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മള് ഈ സേഫ് ഏരിയയിലെ ചൈൽഡ് ആയിട്ടാണ് സിംഗിൾ ചൈൽഡ് സ്ക്രോൾ വ്യൂവിനെ കൊടുത്തിരുന്നത്. അതായത് സിംഗിൾ ചൈൽഡ് സ്ക്രോൾ വ്യൂ എന്ന് പറയുന്നത് എൻറ്റയർ സ്ക്രീൻ ഉണ്ട്, എൻറ്റയർ സ്ക്രീൻ സിംഗിൾ ചൈൽഡ് സ്ക്രോൾ വ്യൂ ആണ്. അപ്പൊ നമുക്ക് ഈ സ്ക്രീനിനേക്കാൾ കൂടുതൽ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്രീൻ സ്ക്രോൾ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് സിംഗിൾ ചൈൽഡ് സ്ക്രോൾ വ്യൂ നമ്മൾ ഇതിന് റാപ്പ് ചെയ്തത്. ഇപ്പോ ജസ്റ്റ് ഇതിനാകെ ഒരു ചൈൽഡ് പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്കിപ്പോ ഒന്നിൽ കൂടുതൽ അടിയിലേക്ക് വരും. അതുകൊണ്ട് നമ്മൾ ഇതിന് കോളത്തിനൊന്ന് റാപ്പ് ചെയ്യും. കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഫായ്സ് പറഞ്ഞായിരുന്നു, നമുക്ക് താഴത്തായിട്ട് പോവാം. കോളം താഴോട്ട് ഓരോ എലമെന്റ് വരും. ഇതിനകത്ത് ഇപ്പൊ ഫസ്റ്റ് എലമെന്റ് കസ്റ്റം ആപ്പ് ആണ്. അപ്പൊ അടുത്ത എലമെന്റ് ഇപ്പൊ ഒരു ടെക്സ്റ്റ് ആണെങ്കിൽ അത് ഇതിന്റെ അടിയിൽ വരും. അബ്ബാർ അതിന്റെ അടിയിൽ ടെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഓർഡറിൽ വരും. നമുക്ക് അടുത്തത് ഒരു ടെക്സ്റ്റ് ആണ്. അടുത്ത ടെക്സ്റ്റ് സിറ്റി എന്നൊരു ടെക്സ്റ്റ് ഉണ്ട്. അതിനകത്ത് സിറ്റി നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ കാണാം സിറ്റി എന്നുള്ളത് വളരെ ചെറുതായിട്ടാണ്, അത് മാത്രമല്ല സെന്ററിലാണ്. നമുക്ക് ഇതിനൊരു സ്റ്റൈല്, ഈ ടെക്സ്റ്റിന് ഒരു സ്റ്റൈലിംഗ് കൊടുക്കണം. അതിനായിട്ട് സ്റ്റൈൽ എന്നൊരു ഇതുണ്ട്. അതിൽ ടെക്സ്റ്റ് സ്റ്റൈൽ ഈ ടെക്സ്റ്റ് സ്റ്റൈലിനകത്ത് നമുക്ക് ഫോണ്ടിന്റെ കളർ എല്ലാം, കളറ്, ഫോണ്ട് ടൈപ്പ്, ഫോണ്ട് സൈസ്, അങ്ങനെയുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സ്, എല്ലാ ഓപ്ഷൻസും നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഫസ്റ്റ് ഫോണ്ട് കളർ സ്പെസിഫൈ ചെയ്യാം. ഈ ഡിസൈനില് സിറ്റി എന്നുള്ളത് കാണാൻ പറ്റുമെന്ന് അറിയില്ല, വളരെ ചെറുതായുണ്ട്. സിറ്റി എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് ചെറുതാണ്, പക്ഷെ ഒരു ഗ്രേ കളറിലാണ് എഴുതിയിരുന്നത്. നമുക്ക് ഫോണ്ട് കളേഴ്സ് ഡോട്ട്, ഈ കളേഴ്സ് ഡോട്ട് എന്ന് പറഞ്ഞ ലൈബ്രറി എന്താ വെച്ചാൽ ഇതില് എല്ലാ മെറ്റീരിയൽ കളേഴ്സ് ഉണ്ടാവും. ബിൽറ്റിൻ ആയിട്ടുള്ള എല്ലാ കളേഴ്സും നമുക്ക് ആക്സസ് ചെയ്യാം. ഇതിനകത്ത് ബ്ലാക്ക് 12 എന്ന് പറഞ്ഞ കളറാണ് നമ്മൾ എടുക്കുന്നത്. ബ്ലാക്ക് 12 എന്ന് പറയുന്ന കാരണം ഇതിന് 12% ഒപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊരു ഗ്രേ കളറായിട്ട് ഫീൽ ചെയ്തോളൂ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടില്. ഇനി ഫോണ്ട് സൈസ്
ഇത് വളരെ ചെറുതാണ്, നമുക്ക് കുറച്ച് വലുതാക്കാം. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റണ്ടല്ലോ? ഓഡിയോ കട്ട് ആവണമെന്ന് പറയണേ. എല്ലാവർക്കും കേൾക്കാൻ പറ്റല്ലേ? അല്ല, ഈ സിറ്റിന്ന് ചെയ്ത ടെക്സ്റ്റ് ഇപ്പൊ ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? കാരണം വളരെ ഈ ഡിസൈനിൽ നമുക്ക് വലുതാണ്. കളർ കുറച്ച് കൂട്ടാം. കളർ പറ്റ കുറഞ്ഞു പോയി. ശരിക്കും എനിക്ക് ക്ലിയർ ആവാൻ പറ്റും, നിങ്ങൾക്ക് ആവില്ല എന്നൊക്കെ തോന്നുന്നു. ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റില്ലല്ലോ? ഇപ്പൊ കാണാം. ഓക്കെ, ഇനി ഈ നമുക്ക് ഇതിനെ ഒന്ന് ബോൾഡ് ആക്കാനാണെങ്കിൽ ഫോണ്ട് വെയിറ്റ് ഡോട്ട് ബോൾഡ് ഈ ഒരു ഉപയോഗിച്ച് നമുക്ക് ഫോണ്ടിനെ ബോൾഡ് ആക്കാം. ഇനി ഇപ്പൊ ടെക്സ്റ്റ് സെന്ററിലാണ് വന്നിരിക്കുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ ഈ കോളത്തില് ഡീഫോൾട്ട് ആയിട്ട് അതിന്റെ അലൈൻമെന്റ് സെന്ററിലായിരിക്കും. അതിന്റെ പ്രോസസ്സസ് സെന്ററിൽ അലൈൻമെന്റ് ആയിരിക്കും കൊടുത്തിട്ടുണ്ട്. നമുക്കത് സ്റ്റാർട്ടിൽ കൊടുക്കണം. അത് അങ്ങനെയാണെങ്കിലാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് എല്ലാം വന്ന് നിൽക്കുള്ളൂ. ആ ടെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് വരുള്ളൂ. അങ്ങനെയായിട്ട് ക്രോസ് ആക്സിസ് അലൈൻമെന്റ്, ക്രോസ് ആക്സിസ് ലെഫ്റ്റ് വന്ന് നിന്നു. ഇപ്പൊ ഇത് ഏറ്റവും ലെഫ്റ്റിലെ വന്ന് നിന്നാണ്. അതെന്ന് വെച്ചാൽ കാരണം ഇതിന് പാഡിങ് ഒന്നും കൊടുത്തിട്ടില്ല. ഇത് ലെഫ്റ്റ് വന്നിരിക്കുന്നു. ഇനിയിപ്പോ നമ്മൾ ഈ ഹോം സ്ക്രീനിൽ ചെയ്യുന്ന എല്ലാ ഇതിനും ലെഫ്റ്റ് റൈറ്റ് ഒരു പാഡിങ് ഉണ്ടാവും. അപ്പൊ എല്ലാം വന്നത് സിംഗിൾ ചൈൽഡ് സ്ക്രോൾ വ്യൂവിന്റെ അകത്തായതുകൊണ്ട് നമുക്കൊരു പാഡിങ് സിംഗിൾ ചൈൽഡ് സ്ക്രോൾ വ്യൂവിൽ കൊടുത്താൽ മതി. എല്ലാത്തിനും ഓരോന്നായിട്ട് കൊടുക്കണ്ട. ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പൊ നേരത്തെ നമ്മൾ കസ്റ്റമർ ബാറിൽ അകത്ത് കയറി പാഡിങ് കൊടുത്ത് നമ്മൾ അലൈൻമെന്റ് ചെയ്ത് കറക്റ്റ് ആക്കി. ഇനിയിപ്പോ അടുത്ത ടെക്സ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ ഇതിലും പാഡിങ് കൊടുക്കേണ്ടി വരും. ഇതിലും പാഡിങ് കൊടുത്ത് ചെയ്യേണ്ടി വരും. നമ്മളെങ്ങനെ ഓരോ വിഡ്ജറ്റ് ആഡ് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഇങ്ങനെ പാഡിങ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഈ സിംഗിൾ ചൈൽഡ് സ്ക്രോൾ വ്യൂവിന് ഒരു പാഡിങ് നമ്മൾ കൊടുക്കാം. ഇപ്പോ ആപ്പ് ബാർ കുറച്ച് നീങ്ങിയിരിക്കണം. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആപ്പ് ബാറിനെ കുറിച്ച് നോട്ടിൽ പാഡിങ് കൊടുത്തിട്ടുണ്ടായി. നമ്മൾ അത് ഒന്ന് ക്ലിയർ ചെയ്യാം. അതില് ടോപ്പ് ബോട്ടം മാത്രം അതിന് പാഡിങ് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് വെർട്ടിക്കൽ മാത്രം കൊടുത്താൽ മതി. അത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഈ സാൻ ഫ്രാൻസിസ്കോ എന്ന് എഴുതിയ ടെക്സ്റ്റ് വേണം. ഓക്കെ, ടെക്സ്റ്റ് സാൻ ഫ്രാൻസിസ്കോ. നമുക്ക് ടെക്സ്റ്റ് വലുതാക്കണം. അതിനൊരു ബോൾഡ് ഉണ്ട് അതിന്. പിന്നെ അതിന് മേളിലും താഴത്തും കുറച്ച് പാഡിങ് വേണം. അതിനായിട്ട് സ്റ്റൈലിംഗ് ഉപയോഗിക്കാം. ടെക്സ്റ്റ് സ്റ്റൈൽ, ഫോണ്ട് ബോൾഡ് ആക്കണം. അതിന് ഫോണ്ട് വെയിറ്റ് ഡോട്ട് ബോൾഡ്. ഫോണ്ട് വെയിറ്റ് ഡോട്ട് ബോൾഡ് കൊടുക്കുമ്പോൾ ഫോണ്ട് ബോൾഡ് ആകും. ഇനി ഫോണ്ട് സൈസ് നമുക്കൊരു ഇത് ഒന്ന് ബോൾഡായി കുറച്ച് വലുതായി. ഈ ഡിസൈൻ ആ ഒരു വലുതായി. കറക്റ്റ് ഫോണ്ട് ഫാമിലി അതല്ലാത്തതുകൊണ്ടാണ് ചെറിയൊരു വ്യത്യാസം തോന്നുന്നത്. നമുക്കിനി ഇതിന് ഒരു പാഡിങ് ഉണ്ട് മേളിൽ താഴത്തായിട്ട്. നമുക്ക് ആ പാഡിങ് കൊടുക്കാം.
ഇപ്പൊ പാഡിങ് കൊടുത്തത് കൊണ്ട് സിറ്റി കഴിഞ്ഞിട്ട് ഒരു കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് സാൻ ഫ്രാൻസിസ്കോ നിൽക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, എല്ലാവരും ഈ സ്പീഡില് എത്തുണ്ടോ? ഓക്കെ ആണോ? വേറെ റെസ്പോണ്ട് ചെയ്യണമല്ലോ. നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം, അത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഇപ്പോ ഡിസൈനില് സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് കഴിഞ്ഞാൽ അതേ ലാംഗ്വേജിൽ തന്നെ ഒരു ഐക്കൺ ഉണ്ട്, ഒരു ഓപ്ഷൻസിന്റെ ഐക്കൺ. നമുക്ക് അത് കൊടുക്കാനായിട്ട് ഐക്കൺ ഉപയോഗിക്കാം. ഐക്കൺസ് ഡോട്ട് എന്നുള്ള ലൈബ്രറിന്റെ അകത്ത് മെറ്റീരിയൽ ഐക്കൺസ് എല്ലാം ഉണ്ടാവും. മെറ്റീരിയൽ ഐക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിന്റെ ഒരു ഡിസൈനാണ് മെറ്റീരിയൽ ഡിസൈൻ. അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഐക്കൺസ് ഉണ്ടാവും. ഇതിപ്പോ അടുത്തത് ഐക്കൺ കൊടുത്തപ്പോ അതിന്റെ താഴത്താണ് വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോളത്തിന്റെ ചിൽഡ്രൻ ആയിട്ടാണ്. കോളത്തിൽ എന്ത് കൊടുത്താലും ഇത് 1 by 1 ആയിട്ട് അടിയിലേക്ക് വരും. അപ്പൊ നമുക്കിത് ആ ടെക്സ്റ്റിന്റെ അതേ ലൈനിലാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ടെക്സ്റ്റ് ഉൾപ്പെടെ ഒന്ന് റാപ്പ് ചെയ്യാം. റോയില് റാപ്പ് ചെയ്യാം. റോയിന്റെ അകത്ത് പാഡിങ് കഴിഞ്ഞിട്ട് അടുത്ത എലമെന്റ് ആയിട്ട് ഐക്കൺ കൊടുത്തു. അപ്പൊ അതേ ലൈനിൽ വന്നു. ഇനിയിപ്പോ ഇത് ഡീഫോൾട്ട് ആയിട്ട് റോയിന്റെ അകത്തെല്ലാം അലൈൻമെന്റ് സ്റ്റാർട്ടിലായിരിക്കും കൊടുക്കുന്നത്. നമുക്കത് എന്താ പറയാ, നമുക്ക് ഈ ഐക്കൺ മാത്രം റൈറ്റ് സൈഡിലേക്ക് മാറ്റണം. അതിനായിട്ട് മെയിൻ ആക്സിസ് അലൈൻമെന്റ് സ്പേസ് ബിറ്റ്വീൻ ആക്കി. ഈ സ്പേസ് ബിറ്റ്വീൻ ആക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലാകെ 2 എലമെന്റ് ഉള്ളൂ. ഈ റോയിന്റെ അകത്ത് 2 എലമെന്റ് ഉള്ളൂ. ഈ 2 എലമെന്റിന്റെ ഇടയിൽ മാക്സിമം സ്പേസ് കൊടുക്കും. അതിന് 2നെയും 2 അറ്റത്തായിട്ട് മാറ്റും. ഇപ്പൊ 3 എണ്ണം ഉണ്ടെങ്കിലും സെയിം തന്നെ സംഭവിക്കുക. അതായത് 3ന്റെ ഇടയിൽ സ്പേസ് ഇടും. 2 അറ്റത്തും 0 സ്പേസ് ആയിരിക്കും, പക്ഷെ അതിന്റെ ഇടയിൽ മാക്സിമം സ്പേസ് ഒപ്പിക്കും. അതാണ് സ്പേസ് ബിറ്റ്വീൻ. ഇപ്പോ റോള് തന്നെ വേറെ സ്പേസിംഗ് ഉണ്ട്. സ്പേസ് അറൌണ്ട്, സ്പേസ് ഈവനിൽ എടുത്തതിനാ അതിന്റെ വ്യത്യാസം കണ്ടോ? ഇതിന്റെ എല്ലാ അറ്റത്തും ഈക്വൽ സ്പേസ് ഇടും. നമ്മള് സ്പേസ് ബിറ്റ്വീൻ കൊടുത്തപ്പോ മാക്സിമം സ്പേസ് അതിന്റെ അകത്ത് കൊടുത്തു. ഇപ്പോ ഇവിടെ ഒരു 3 എണ്ണം ഉണ്ടെന്ന് വെച്ചോ, 3 എലമെന്റ് ഉണ്ടെന്ന് വെച്ചോ, അതിന്റെ ഇടയിൽ ഈക്വൽ സ്പേസ് കൊടുത്തു. അതായത് സാൻ ഫ്രാൻസിസ്കോ കഴിഞ്ഞിട്ടും ആദ്യത്തെ ഐക്കൺ കഴിഞ്ഞിട്ടും ഈക്വൽ സ്പേസ് അത് അലോട്ട് ചെയ്യും. ഇനി നമുക്ക് അടുത്ത ലൈനിൽ ഇട്ടോ. ഇപ്പൊ ഞാൻ ഈ മോർ ബട്ടൺ വെച്ചത് ഇപ്പൊ എന്റെ ഡിസൈനിൽ കാണിച്ച ഐക്കൺ എന്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് അടുത്ത ലൈനിലോട്ട് പോവാം. അടുത്തത് ഒരു എന്താ പറയാ, സ്ക്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. അതായത് ഇപ്പൊ ഇവിടെ ലെസ് ദാൻ $220, പിന്നെ 4 സെയിൽ, 3 ബെഡ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ്. അത് ചിലപ്പോ 3 to 4 ബെഡ് കഴിഞ്ഞിട്ട് അടുത്തൊരു വിഡ്ജറ്റും കൂടി ഉണ്ടാവും. ചിലപ്പോ അത് അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകണം. അതിനായിട്ട് നമ്മൾ നേരത്തെ മേളിൽ ഉപയോഗിച്ചു സിംഗിൾ ചാനൽ സ്ക്രോൾ. ഒന്നല്ലേ അത് ഉപയോഗിക്കാം. നമ്മളിപ്പോ ഇവിടെ ഉപയോഗിക്കാം ഒന്ന് ലിസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞ ഒരു വിഡ്ജറ്റാണ്. ഈ ലിസ്റ്റ് വ്യൂ ഫ്ലട്ടറിനകത്ത് 4 ടൈപ്പ് ഉണ്ട്. ബിൽഡർ, കസ്റ്റം, സെപ്പറേറ്റർ. നമ്മളിപ്പോ ജസ്റ്റ് ലിസ്റ്റ് വ്യൂ ഉള്ള വിഡ്ജറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ലിസ്റ്റ് വ്യൂവും ലിസ്റ്റ് വ്യൂ ബിൽഡറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് വ്യൂ ബിൽഡറിനകത്ത് നമ്മൾ പ്രോഗ്രാമിക്കലി നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ വെച്ചിട്ട് ആ ലിസ്റ്റ് ബിൽഡ് ചെയ്ത് വന്നോളൂ. പക്ഷെ സാധാരണ ഉള്ള ലിസ്റ്റ് വ്യൂവിന്റെ അകത്ത് നമ്മൾ പ്രീഡിഫൈൻഡ് ആയിട്ട് കൊടുത്ത ഡാറ്റ മാത്രമാണ്, ആ ബഡ്ജറ്റുകൾ മാത്രമാണ് ഉണ്ടാവുള്ളൂ. അതായത് ഇതിന്റെ ചിൽഡ്രന്റെ അകത്ത് കൊടുത്ത ഡാറ്റ മാത്രമാണ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇവിടെ ഒരു എറർ അടിച്ചു. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് വ്യൂവിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ പാരന്റ്, അതായത് ലിസ്റ്റ് വ്യൂവിന്റെ പാരന്റിന് ഫിക്സഡ് ഹൈറ്റും വെഡ്ത്തും വേണം. അത് ലിസ്റ്റ് വ്യൂവിന് നിർബന്ധമാണ്. അത്
ഇപ്പോ ഇതിന്റെ പാരന്റ് എന്ന് വെച്ചാൽ ലിസ്റ്റ് വ്യൂവിന്റെ പാരന്റ് ഇവിടെ കോളം എന്ന് പറഞ്ഞ വിഡ്ജറ്റാ. കോളത്തിന് ഫിക്സഡ് ഹൈറ്റും വിഡ്ത്തില്ല. വിഡ്ത്ത് ഫിക്സ് വരും, പക്ഷെ ഹൈറ്റ് ഒരിക്കലും ഫിക്സഡ് ആയിരിക്കില്ല. കാരണം കോളത്തിനകത്ത് തന്നെ എലമെന്റ് കൂടുന്നതനുസരിച്ച് അത് അതിന്റെ ഹൈറ്റ് താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ അത് ലിസ്റ്റ് വ്യൂവില് അത് പറ്റില്ല. ലിസ്റ്റ് വ്യൂവിന് നമുക്ക് ഒരു ഫിക്സഡ് ഹൈറ്റും വിഡ്ത്തും നോക്കാം. അതായത് അതിന് വേണ്ടിയിട്ട് നമുക്ക് കണ്ടെയ്നറിൽ റാപ്പ് ചെയ്യാം. ഇതിനൊരു വിഡ്ത്ത് കൊടുക്കാം. വിഡ്ത്ത് സ്ക്രീനിന്റെ വിഡ്ത്ത് തന്നെ കൊടുക്കാം. അതായത് നമുക്കിത് ഫുള്ള് കിട്ടണമല്ലോ. ഈ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെയും ഇതിന്റെ വിഡ്ത്ത് കിട്ടണം. അതായത് സ്ക്രീനിന്റെ വിഡ്ത്ത് എടുക്കാനായിട്ട് മീഡിയ കൊറി എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇപ്പൊ നമ്മള് CSS ഒക്കെ എഴുതുമ്പോൾ 100% എടുക്കില്ലേ, അതുമാതിരി തന്നെ ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റിന്റെ 100 സൈസ് എടുക്കാനാണ് സൈസ് ഡോട്ട്. ഇത് റിട്ടേൺ ചെയ്യുന്നത് ഈ ഒരു സംഭവം റിട്ടേൺ ചെയ്യുന്നത് ഈ സ്ക്രീനിന്റെ വിഡ്ത്താണ്. അതായത് യൂസറിന് വിസിബിൾ ആയിട്ടുള്ള സ്ക്രീനിന്റെ വിഡ്ത്ത്. ഇനി ഹൈറ്റ് കൊടുക്കണം. ഹൈറ്റ് ഒരു 60 കൊടുത്താൽ മതി. ഹൈറ്റ് ഒരു 60 നമുക്ക് സേവ് ചെയ്യാം. ഇപ്പൊ ടെക്സ്റ്റ് ഇവിടെ വന്നു. ഇനി ലിസ്റ്റ് വ്യൂവിന്റെ പ്രത്യേകത കാണിച്ചുതരാം. നമ്മളൊരു കുറെ ഒരു 10 എലമെന്റ് നമ്മൾ ലിസ്റ്റ് വ്യൂവിൽ കൊടുത്തു. അത് താഴോട്ടാണ് കാണിക്കുന്നത്. അതായത് ലിസ്റ്റ് വ്യൂവിന്റെ പാരന്റിനേക്കാൾ കൂടുതൽ സൈസ് ലിസ്റ്റ് വ്യൂവിന് വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും. ഇവിടെ സ്ക്രോളിങ് നടക്കണുണ്ടോ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്. ഈ ടെക്സ്റ്റ് ചെറുതാണ്, ജസ്റ്റ് ഞാൻ ട്രയൽ അടിക്കാൻ വേണ്ടിയിട്ടാണ്, കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇപ്പൊ ഇത് താഴോട്ടാണ് വരുന്നത്. നമുക്ക് ഇത് സൈഡിലോട്ട് വേണം. ഹൊറിസോണ്ടലി സ്ക്രോളിങ് വേണം. അതിനായിട്ട് ലിസ്റ്റ് വ്യൂവില് സ്ക്രോൾ ഡയറക്ഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതില് ആക്സിസ് കൊടുക്കും. ആക്സിസ് ഡോട്ട് ഹൊറിസോണ്ടലായി ഇതിന്റെ അകത്ത് കൊടുത്തേക്കുന്ന എലമെന്റ് എല്ലാം ഹൊറിസോണ്ടലി അലൈൻമെന്റ് ചെയ്തു. ഇപ്പൊ നമുക്ക് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ വിഡ്ജറ്റ് ഉണ്ടാക്കാം. അതായത് ഈ ഒരു സംഭവം ഗ്രേറ്റ് ഈ ഫോർ സെയിൽ എന്നൊക്കെ എഴുതി വെച്ചാൽ ഈ ഒരു വിഡ്ജറ്റ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇതിന് വിഡ്ജറ്റിന്റെ ബാക്ക്ഗ്രൗണ്ടും കളറെല്ലാം കൊടുക്കാനായിട്ട് ആദ്യം കണ്ടെയ്നർ ചൈൽഡായിട്ട് ടെക്സ്റ്റ് കൊടുക്കുക. ടെക്സ്റ്റ് ഫോർ സെയിൽ. ഓക്കെ, ഇപ്പോ ഈ ലിസ്റ്റ് വ്യൂവിന്റെ അകത്ത് കണ്ടെയ്നറിന് ആണ് ഇപ്പോ ഈ ഗ്രേ കളറും അതിന്റെ അകത്തൊരു ടെക്സ്റ്റ് ഉണ്ട്. ടെക്സ്റ്റ് വായിക്കാൻ പറ്റുള്ളൂ. ഈ ഫോർ സൈഡ് എന്നുള്ള ടെക്സ്റ്റ് വായിക്കാൻ പറ്റും. പറ്റണ്ടല്ലേ? ഞാനത് ജസ്റ്റ് ഒന്ന് വലുതാക്കാം, നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇനിയിപ്പോ ഇനി ഈ കണ്ടെയ്നറിന് നമുക്കൊരു ഹൈറ്റ് കൊടുത്തു നോക്കാം. ജസ്റ്റ് ഹൈറ്റ് ഒരു 30 കൊടുത്തു. അത് വർക്ക് ആവത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ലിസ്റ്റ് വ്യൂവിന്റെ അകത്തുള്ള എല്ലാ എലമെന്റിനും ഡിഫോൾട്ട് ആയിട്ട് അതിന്റെ പാരന്റിന്റെ ഹൈറ്റിലേട്ടാ പോകും. ഇവിടെ 60 കൊടുത്തതുകൊണ്ട് ഇതിന്റെ അകത്തുള്ള കണ്ടെയ്നറിനല്ല 60 തന്നെ ആയിരിക്കും. ഇത് 30 കൊടുത്താലും 10 കൊടുത്താൽ 1 കൊടുത്താൽ അത് മാറില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. പകരം ഇവിടെ ഞാൻ 30 കൊടുത്തു കഴിഞ്ഞാൽ മാറി. അതിന്റെ അകത്തുള്ള എല്ലാത്തിനും ലിസ്റ്റ് വ്യൂവിന്റെ അകത്തുള്ള എല്ലാ എലമെന്റ്സിനും ലിസ്റ്റ് വ്യൂവിന്റെ പാരന്റിന്റെ ഹൈറ്റ് ആണ് കൊടുക്കുക. ഇപ്പോ സ്ക്രോൾ ഡയറക്ഷൻ ആക്സിസ് ഹൊറിസോണ്ടൽ കൊടുത്തതുകൊണ്ട് അതിന്റെ പാരന്റ് ഹൈറ്റ്, വെർട്ടിക്കൽ ആണെങ്കിൽ അതിന്റെ വിഡ്ത്ത് ആയിരിക്കും വരാം. വെർട്ടിക്കൽ ആകുമ്പോൾ താഴോട്ട് വരുമ്പോൾ അതിന്റെ വിഡ്ത്തിലേക്ക് പോകുള്ളൂ. അതായത് പാരന്റ് വിഡ്ത്ത് ആയിരിക്കും ചൈൽഡിന് കൊടുക്കുക. ഓക്കെ,
സർവ്വ തന്നെ കേട്ടോ, അതില് കാരണമുണ്ട്. ഇനിയിപ്പോ ഇതിനൊരു പാഡിങ് ഉണ്ട്, ഇത് രണ്ടും തമ്മിലൊരു പാഡിങ് ഉണ്ട്, മേളിലും താഴത്തും എല്ലാ സ്ഥലത്തായിട്ട് ഒരു സ്പേസിങ് ഉണ്ട്. അതിനായിട്ട് നമുക്ക് ഈ കണ്ടെയ്നറിന് ഒരു ആദ്യം മാർജിൻ കൊടുക്കാം. മാർജിൻ എഡ്ജ് ഇൻസെറ്റ് ഓൾ. അതിന് ചുറ്റും ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് കഴിച്ചിട്ടുള്ള ഹൈറ്റ് ആണ് ഇനി കൊടുക്കുന്നത്. അതായത് നേരത്തെ ഹൈറ്റ് 60 ആയിരുന്നു, ഇപ്പൊ മാർജിനായിട്ട് 10 കൊടുത്തു. അതായത് ടോപ്പിലും ബോട്ടത്തിലും 10 വെച്ച് വരുമ്പോൾ ടോട്ടൽ 20 കഴിച്ചിട്ടുള്ള ഹൈറ്റ് ആയിരിക്കും. അതായത് 40 ആയിരിക്കും ഇപ്പോ ലിസ്റ്റ് വ്യൂവിന്റെ എലിമെന്റിന്റെ ഹൈറ്റ്. ഇനി ഒരു പാഡിങ് കൊടുക്കാം. പാഡിങ് കൊടുത്ത് നമുക്ക് ടെക്സ്റ്റ് എല്ലാം ഈ ഒരു കണ്ടെയ്നറിന്റെ സെന്ററിൽ കൊണ്ടു നോക്കാം. ഓക്കെ, ഇനി ഈ ഡിസൈനിലെ മാതിരി ഈ ഡിസൈനിലെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത കളറിന്റെ കളർ കാണാൻ പറ്റുണ്ടോ? ഹലോ, ചെറുതായിട്ട് ലൈറ്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള കളർ ഇട്ട ബാക്ക്ഗ്രൗണ്ട് ആയിട്ട്. ഇതിനൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു റൗണ്ട് ഷേപ്പാണ് രണ്ടറ്റത്തും. ഒരു ബോർഡർ റേഡിയസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ബോർഡർ റേഡിയസ് കൊടുക്കാനായിട്ട് ഈ കണ്ടെയ്നറിന് ഡെക്കറേഷൻ എന്നുള്ളൊരു ഫീൽഡ് ഉണ്ട്. അതിനകത്ത് കൊടുക്കേണ്ട വാല്യൂ ബോക്സ് ഡെക്കറേഷൻ ആണ്. ബോക്സ് ഡെക്കറേഷന്റെ അകത്ത് ബോർഡർ റേഡിയസ് ഡോട്ട് ഓൾ ഉണ്ട്, ഡോട്ട് സർക്കുലർ ഉണ്ട്. നമുക്ക് ഡോട്ട് സർക്കുലർ ഇപ്പൊ നോക്കാം. ഡോട്ട് ഓൾ കുറച്ച് വ്യത്യാസമുണ്ട്. ഡോട്ട് സർക്കുലർ ഇതില് നമുക്ക് അതിന്റെ റേഡിയസ് സ്പെസിഫൈ ചെയ്യാം. ഇപ്പൊ ഒരു എറർ അടിച്ചു. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഇപ്പോ ഡെക്കറേഷൻ എന്ന് പറഞ്ഞ ഫീൽഡിൽ ഒന്നും കൊടുക്കണില്ല. ഡെക്കറേഷൻ ഇല്ല എങ്കിൽ കളർ പുറത്തു കൊടുക്കാം. എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് കണ്ടെയ്നറിന്റെ അകത്ത് ഡെക്കറേഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ കളർ എന്നുള്ള ഫീൽഡ് എടുത്ത് ഡെക്കറേഷന്റെ അകത്ത് കൊടുക്കണം. അകത്ത് കൊടുത്തില്ലെങ്കിൽ അത് എറർ അടിക്കും. പുറത്ത് ഇതിപ്പോ നേരത്തെ ഇങ്ങനെ പുറത്താണ് കിടന്നത്, അതുകൊണ്ട് എറർ അടിച്ചു. ഇനിയിപ്പോ കളർ ഇല്ല എങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് കളർ എടുത്ത് ഇതിനകത്ത് ഇടണം. റേഡിയസ് കുറച്ച് കൂട്ടാൻ. ഓക്കെ, ഇനി അടുത്തത് എന്താ വെച്ചാൽ, ഇവിടെ ഒന്നിൽ കൂടുതൽ ബഡ്ജറ്റ് ഉണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ ഇപ്പോ $220, 3 to 4 ബെഡ്, അങ്ങനെ ഒന്നിൽ കൂടുതലുണ്ട്. നമുക്ക് ഒന്നിൽ കൂടുതൽ ഇതേപോലത്തെ ബഡ്ജറ്റ് വേണം. അതിനായിട്ട് ഒരു വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൊത്തം കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്ത് പോവാം. ഒന്നിൽ കൂടുതൽ അവിടെ വരും. നമുക്ക് അതിന്റെ വാല്യൂ മാറ്റി കൊടുത്താൽ മതി. ബെഡ് ഒന്നിൽ കൂടുതൽ അവിടെ വന്നു. ഇപ്പോ ഒരെണ്ണം കൂടി കൊടുക്കാം. സ്ക്രോൾ ചെയ്യാൻ പാടില്ല, ഒന്നിൽ കൂടുതൽ വന്നു. പക്ഷെ ഇതൊരു നല്ല മെത്തേഡ് അല്ല. നമ്മളൊരു പ്രൊഡക്ഷനിലെ ഒരു ആപ്പ് ചെയ്യാൻ നേരത്തെ ഇങ്ങനെ ഒരിക്കലും കോപ്പി പേസ്റ്റ് ചെയ്യില്ല. ഒരേ ബഡ്ജറ്റ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഉണ്ടെങ്കിൽ അതൊരിക്കലും കോപ്പി പേസ്റ്റ് ചെയ്യില്ല. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു ഫോർ സൈഡിൽ നിന്ന് ഒരു ഭാഗത്തിന് മാത്രം ഒരു ബഡ്ജറ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് VS കോഡ് ഉപയോഗിക്കുന്നവർക്ക് പ്ലഗിന്റെ ഒരു സംഭവമുണ്ട്, എക്സ്ട്രാക്ട് ബഡ്ജറ്റ് എന്നൊരു പാട്ടുണ്ട്. ഇന്നലെ ഫായ്സ് പറഞ്ഞായിരുന്നു ബഡ്ജറ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഈ എക്സ്ട്രാക്ട് ബഡ്ജറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. എന്താ ഈ പേര് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിരിക്കും. ഗ്രേ ബോക്സ് എന്ന് പേര് കൊടുക്കാം. സ്പെല്ലിംഗ് തെറ്റി BX ആയിട്ട് ഗ്രേ BX. ഇനി ഇത് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, സംഭവം മനസ്സിലായ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഇല്ലടാ, പറഞ്ഞു.
ഇനിയിപ്പോ നമ്മൾ നേരത്തെ ഈ വിഡ്ജറ്റിൽ കൊടുത്തേക്കുന്നത് ഫോർ സെയിൽ എന്നുള്ള ഒരു വാല്യൂ ആണ് എല്ലാ ടെക്സ്റ്റും. നമുക്കത് ഓരോന്നിനും വരുമ്പോഴും നമുക്ക് മാറ്റി കൊടുക്കണം. ഇതില് മൂന്ന് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ കൂടെ ഒരു വാല്യൂ പാസ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു ടൈറ്റിൽ എന്നുള്ള വേരിയബിൾ ഉണ്ടാക്കി ടൈറ്റിൽ എന്നുള്ളൊരു നെയിംഡ് പാരാമീറ്റർ ആയിട്ട് നമുക്ക് ഫോർ സെയിൽ നോക്കാം. ഇവിടെ എറർ അടിക്കണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഗ്രേ ബോക്സിന്റെ അകത്ത് ഈ ഒരു ടൈറ്റിൽ എന്നുള്ള ഫീൽഡ് കൊടുത്തിട്ടില്ല. അതിനായിട്ട് VS കോഡ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഇവിടെ നെയിംഡ് പാരാമീറ്റർ ആക്കി പോവാം. ഇനി അല്ലാത്തവര് ഉൾപ്പെടെ എല്ലാവർക്കും ദിസ് ഡോട്ട് ടൈറ്റിൽ കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഇവിടെ ടൈറ്റിൽ എന്ന് പറഞ്ഞ പാസ് ചെയ്യുന്ന വാല്യൂ ഈ ടൈറ്റിൽ ഒന്ന് നിൽക്കും. ഇവിടെ ദിസ് ഡോട്ട് ടൈറ്റിൽ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലാസിന്റെ അകത്തെ ടൈറ്റിലേക്ക് അവിടുന്ന് മേളിൽ നിന്ന് വന്ന വാല്യൂ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദിസ് ഡോട്ട് ടൈറ്റിൽ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ഈ ടൈറ്റിൽ എടുത്ത് ഈ ടെക്സ്റ്റിന്റെ വാല്യൂ കൊടുക്കാം. ഓക്കെ, ഇതെന്താ വെച്ചാൽ ഫസ്റ്റത്തേലും മാത്രമാണ് നമ്മൾ ടൈറ്റിൽ പാസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിലും ഈ ടൈറ്റിൽ നള്ളായിരിക്കും, ഇല്ലാത്ത പക്ഷെ നള്ളായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. നമുക്കതൊന്ന് മാറ്റിയിട്ട് കണ്ടില്ലേ, നമുക്കൊരു ഇതേപോലെ നമുക്ക് വാല്യൂ പാസ് ചെയ്ത് ഒരു വിഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് ആ വിഡ്ജറ്റ് എപ്പോഴും റീയൂസ് ചെയ്യാം. ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഫ്ലട്ടറിൽ എല്ലാ UI ചെയ്യുമ്പോഴും മാക്സിമം വിഡ്ജറ്റുകൾ റീയൂസ് ചെയ്യാൻ നോക്കാം. ഇപ്പോ ഞാനിവിടെ ഡോളർ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് $$ കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഡോളർ ഇതിന്റെ ഇടയിൽ വന്നതിനാൽ എറർ അടിക്കും. ഫ്ലട്ടറിനകത്ത് ഡോളർ ഉപയോഗിച്ചിട്ടാണ് വേരിയബിൾസ് ഇതിന്റെ അകത്ത് പ്രിന്റ് ചെയ്യിപ്പിക്കുക. അതുകൊണ്ട് അത് ഡോളർ പ്രിന്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ $$ തന്നെ കൊടുക്കണം. അതിപ്പോ വേറെ റുപ്പീസ് ആണെങ്കിൽ ആ പ്രശ്നമില്ല. റുപ്പീസ് നമുക്ക് ഇങ്ങനെ തന്നെ കൊടുക്കാം. ഓക്കെ, ഹലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ലടാ, പറഞ്ഞു. കമന്റ് ബോക്സ് ഞാൻ നോക്കുന്നില്ല, അതുകൊണ്ടാണ്. കമന്റ് ബോക്സ് അടുത്തതായിട്ട് നമുക്ക് അടിയിലത്തെ ഈ ഒരു വീടിന്റെ ഇമേജ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വീടിന്റെ ഇമേജ്, ഈ ഒരു ബട്ടൺ, ഇതിന്റെ പ്രൈസ്, അടിയിലത്തെ ബെഡ്റൂം, അങ്ങനെ ഇതിന ടെക്സ്റ്റ് ഉൾപ്പെടെ എല്ലാം ഒറ്റൊരു വിഡ്ജറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോകും. ആദ്യം ഉണ്ടാക്കിയിട്ട് അത് വിഡ്ജറ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യും. അതിനായിട്ട് ഇപ്പോ ഇനി ഈ നമ്മുടെ ഈ ബോഡി മൊത്തം ഒരു കോളാണല്ലോ. ഇപ്പോ കോളത്തിൽ അടുത്ത എലമെന്റ് ആയിട്ട് കൊടുക്കാം. അതും ലിസ്റ്റ് വ്യൂല് തന്നെ കൊടുക്കുന്നത്. പക്ഷെ അത് നേരത്തെ ലിസ്റ്റ് വ്യൂ ഇനി നമ്മുടെ ഈ ഒരു വിഡ്ജറ്റിന്റെ പ്രത്യേകത അനുസരിച്ച് ഇത് 1 by 1 ആയിട്ട് അടിയിലേക്കാണ്. ആദ്യം ഇമേജ്, അതിന്റെ അടിയിൽ ടെക്സ്റ്റ്, അതിന്റെ അടിയിൽ അടുത്ത ടെക്സ്റ്റ്. അതായത് ഒരു കോളത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് എലമെന്റ് ഇമേജ്, രണ്ടാമത് ഈ ടെക്സ്റ്റ്, മൂന്നാമത് ഈ ഒരു ടെക്സ്റ്റ്. ഇങ്ങനെ 1 2 3 3 എലമെന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇതൊരു കോളം ആക്കാം. കോളം ചിൽഡ്രൻ. ഇതിന്റെ ഒപ്പം ചെയ്തു പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്തോട്ടെ. ഇവിടെ വെച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്.
ഈ ഫ്ലട്ടറിൽ ചെയ്ത് പോകുമ്പോണ്ടല്ലോ മാക്സിമം എല്ലാവരും ഒരു ഇപ്പൊ ഇതൊരു ഫ്ലട്ടറിന്റെ റൂട്ട് ഫോൾഡർ, അതായത് നമ്മുടെ പ്രൊജക്ട് ഫോൾഡർ ആണിത്. ഇതിന് ഞാൻ അസറ്റ്സ് എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതില് IMG എന്നൊരു അടുത്ത ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് 2 ഇമേജ് കൊണ്ടുവന്നിട്ടു. എനിക്ക് ഈ ഒരു ആപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി 2 ഇമേജ് ഇട്ടു. home.jpg ആൻഡ് home2.jpg. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അസറ്റ് എന്നുള്ള പേര് മാറ്റി എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഈ ഒരു പാത്ത് നമുക്ക് ഓർത്തിരിക്കണം, അത് ആവശ്യമുണ്ട്. ഇനി എല്ലാവരും pubspec.yaml എടുക്കുക. ഇതില് അസറ്റ്സിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ അവര് നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ടാവും, അസറ്റ് ആഡ് ചെയ്യണം എങ്ങനെയാണെന്ന് കമന്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ pubspec.yaml ഒരു സിംഗിൾ എക്സ്ട്രാ ഒരു സ്പേസ്, ഇങ്ങനെ സിംഗിൾ സ്പേസ് വന്ന് കിടന്നു കഴിഞ്ഞാൽ ഫുള്ള് എറർ അടിക്കും, ഫുള്ളായിട്ട് എറർ അടിക്കും. അതുകൊണ്ട് അവര് കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ അവർ ഇമേജസ് ഒരു ഡമ്മി പാത്ത് കൊടുത്തിട്ടുണ്ട്, ഡമ്മി പാത്ത്, 2 ഇമേജിന്റെ ഡമ്മി പാത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് asset/img/home.jpg home2.jpg. അപ്പൊ എനിക്ക് അത് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ assets/img/home.jpg PNG ഉപയോഗിക്കുമ്പോൾ PNG തന്നെ കൊടുക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തത് ആഡ് ചെയ്യണം assets/img/home2.jpg. അതൊന്ന് സേവ് ആവട്ടെ. ഈ നമ്മൾ കൊടുക്കേണ്ട പാത്ത് ഈ ഒരു പ്രൊജക്ട് ഫോൾഡറിൽ നിന്നുള്ള പാത്താണ്. ഞാനിവിടെ അസറ്റ് എന്ന് കൊടുത്തുകൊണ്ടാണ് അസറ്റ്സ് എന്ന് കൊടുത്തു തുടങ്ങിയത്. ഇനി ഇപ്പൊ നമ്മളെ ഈ ഒരു ഇമേജസ് എല്ലാം നമ്മുടെ ആപ്പിൽ ലോക്കലി അവൈലബിൾ ആണ്, നമ്മുടെ ആപ്പിന്റെ അകത്തുണ്ട്. നമ്മുടെ ആപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ ഇമേജസ് കിട്ടും. ആ ഇമേജ് യൂസ് ചെയ്യാനായിട്ട് ആണ് image.assets എന്ന് പറഞ്ഞൊരു വിഡ്ജറ്റ് ഉപയോഗിക്കുന്നത്. ആ നേരത്തെ അവിടെ കൊടുത്ത അതേ പാത്ത് തന്നെ ഇവിടെയും കൊടുക്കണം. ഇപ്പൊ ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞപ്പോ ഇവിടെ ഒന്നും വന്നില്ല. ഇതിന്റെ കാരണം ഒന്നാമത് ഈ ലിസ്റ്റ് വ്യൂ ഇല്ലേ, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ലിസ്റ്റ് വ്യൂവിന്റെ അകത്ത് ലിസ്റ്റ് വ്യൂവിന് ഒരു ഹൈറ്റും വിഡ്ത്തും സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു പാരന്റ് വേണം, ഇല്ലെങ്കിൽ എറർ അടിക്കും. നമുക്ക് ഇവിടെ അത് ഇല്ല. ഇനി അതില്ലാത്ത പക്ഷം shrink wrap 2 കൊടുക്കുക, never 6 never scrollable physics. ഇത് രണ്ടും കൊടുത്തു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റാറ്റിക് ആയിട്ട് അടിയിലേക്ക് പോകും. ലിസ്റ്റ് വ്യൂവിന്റെ സ്ക്രോളിംഗ് എബിലിറ്റി നമ്മൾ കളയാണ്. ഇവിടെ സ്ക്രോളിംഗ് എബിലിറ്റി കളഞ്ഞു കഴിഞ്ഞപ്പോ ഇനി എന്തോരം എലമെന്റ് ഉണ്ടെങ്കിലും തന്നെ ഹൈറ്റ് കൂട്ടി അടിയിലേക്ക് പോകും. ഈ രണ്ട് ലൈൻ കോഡില് നമ്മൾ അതിന്റെ സ്ക്രോളിംഗ് എബിലിറ്റി കളഞ്ഞു. ഇനിയിപ്പോ കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഇവിടെ കാണിച്ചത്, അല്ലെങ്കിൽ എറർ അടിച്ച് അടിയിൽ നിൽക്കും. ഇനി ഇത് ആഡ് ചെയ്തിട്ട് ഇമേജ് ആഡ് ചെയ്തിട്ട് ഇവിടെ ഇതേപോലെ ചെയ്തിട്ടും ഇമേജ് കാണിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, എന്നാലായിരിക്കും വരുള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ ഈ പ്രൊജക്ട് തുടങ്ങിയപ്പോ ആ സെറ്റ് ആഡ് ചെയ്തിട്ടാണ് കൊണ്ട് എൻ്റെ വന്നെന്നുള്ളൂ. ഇല്ലാത്തവരെ അങ്ങനെ കൊടുക്കാം. ഇനി ഈ ഇമേജിന് ഒരു റേഡിയസ് ഉണ്ട്, ഒരു ബോർഡർ റേഡിയസ് ഉണ്ട്. നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് റാപ്പ് വിത്ത് പിക്ചർ ക്ലിപ്പ് RR റെക്റ്റ് ഈ ഒരു വിഡ്ജറ്റ് ഉപയോഗിക്കുക. ഈ ഒരു വിഡ്ജറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇമേജിനെ ക്ലിപ്പ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലട്ടറിനകത്ത് ക്ലിപ്പ് റെക്റ്റ് ഉണ്ട്, ക്ലിപ്പ് RR റെക്റ്റ് ഉണ്ട്. 2 വിഡ്ജറ്റ് ഉണ്ട്, ഒരേപോലത്തെ 2 വിഡ്ജറ്റ് ഉണ്ട്. ക്ലിപ്പ് റെക്റ്റിന്റെ അകത്ത് റെക്ടാങ്കിൾ ആയിട്ട് ക്ലിപ്പ് ചെയ്യും, ക്ലിപ്പ് R റെക്റ്റിന്റെ അകത്ത് നമുക്കൊരു റേഡിയസ് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോ ഇതില് നമുക്ക് ബോർഡർ റേഡിയസ് സർക്കുലർ, അതിന് ഒരു സർക്കുലർ റേഡിയസ് കൊടുക്കാം, 30 കൊടുക്കാം.
ആ ഇമേജ് ഒന്ന് റൗണ്ട് ആയിട്ടുണ്ട്, എല്ലാ എഡ്ജും റൗണ്ട് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് അടുത്ത ലൈനിൽ രണ്ട് ടെക്സ്റ്റ് ഉണ്ടാവും. അതായത് ഇതിന്റെ പ്രൈസ് കാണിച്ച $200 ടെക്സ്റ്റും പിന്നെ ഒരു ചെറിയൊരു ലൊക്കേഷൻ പോലെ കാണിച്ചതിന് ഒരു ടെക്സ്റ്റും പിന്നെ അതിന്റെ അടുത്ത ലൈനിലായിട്ടാണ് 4 bedroom 2 bathrooms എന്ന ടെക്സ്റ്റ്. നമുക്ക് ഇത് ആഡ് ചെയ്യാനായിട്ട് അടുത്ത കോളത്തിന് അടുത്ത എലമെന്റ് ആയിട്ട് റോ ടെക്സ്റ്റ് റോ ചിൽഡ്രന്റെ അകത്ത് ടെക്സ്റ്റ്. ഇനി ഇതിന്റെ പ്രൈസ് കൊടുക്കാം. പ്രൈസ് നമുക്കിപ്പോ $200. ഈ ഒരു ടെക്സ്റ്റ് ഒന്ന് സൈസ് കൂട്ടണം, ഫോണ്ട് സൈസ് കൂട്ടണം. അത് മാത്രമല്ല ഇതൊന്ന് ബോൾഡ് ആക്കണം. ഇതിന് രണ്ടിനുമായിട്ട് നമുക്കൊരു ടെക്സ്റ്റ് സ്റ്റൈല് കൊടുക്കാം. സ്റ്റൈൽ ഫോണ്ട് സൈസ് ഒരു 20 കൊടുക്കാം. ഫോണ്ട് വെയിറ്റ് കറക്റ്റ് ബോൾഡ് ആക്കണ്ട, നമുക്ക് കുറച്ചൊരു തിക്നെസ് മതി. അതിനായിട്ട് വെയിറ്റ് 600 കൊടുക്കാം. അത് കുറച്ച് തിക്നെസ് ഉണ്ട് ആ ടെക്സ്റ്റിന്. ഇനി ഇപ്പൊ ഞാനിവിടെ റോവിന്റെ അകത്ത് ഈ ടെക്സ്റ്റ് കുറക്കാൻ കാരണം, ഈ ടെക്സ്റ്റ് എന്നുള്ള വിട്ടിട്ട് റോവിന്റെ അകത്ത് ഉപയോഗിക്കാൻ കാരണം, ആ ഒരു ലൈനിൽ രണ്ട് ടെക്സ്റ്റ് ഉണ്ട്. അതായത് $200 എന്നുള്ള ടെക്സ്റ്റും ഒരു ചെറിയൊരു പ്ലേസ് ചെയ്തൊരു ടെക്സ്റ്റും ഉണ്ട്. അത് രണ്ട് വിഡ്ജറ്റ് ഉള്ളത് കൊണ്ടാണ് റോ ഉപയോഗിച്ചത്. റോ ഉപയോഗിച്ച് നമുക്ക് ഒരു ലൈനിൽ രണ്ട് വിഡ്ജറ്റ് കൊടുക്കാം. അപ്പൊ നമുക്ക് അതൊന്ന് കോപ്പി പേസ്റ്റ് ടെക്സ്റ്റ് ആയിട്ട് പ്ലേസ് എറണാകുളം കൊടുക്കാം. ഇനി ഇതിന് ഈ ഒരു ടെക്സ്റ്റ് ചെറുതാക്കണം. അതിനായിട്ട് ഈ ഒരു ഡിസൈൻ നമുക്ക് നോക്കിയാൽ കാണാം. ഈ സിറ്റിന്ന് എഴുതിയ ഫോണ്ടും സൈസും എല്ലാം ഈക്വൽ ആണ്. സിറ്റിയും ഈ അടിയിൽ എഴുതിയ പ്ലേസ് ചെയ്ത ടെക്സ്റ്റും സ്റ്റൈലിംഗ് സെയിം ആണ്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഹലോ, കാണാൻ പറ്റുന്നുണ്ടാ? ഈ ഒരു പ്രൈസ് ചെയ്തതിന് തൊട്ടപ്പുറത്തുള്ള പ്ലേസ് ചെയ്ത ടെക്സ്റ്റും മേളിൽ സിറ്റിന്ന് എഴുതിയ ടെക്സ്റ്റും സ്റ്റൈലിംഗ് സെയിം ആണ്. അത് നമുക്ക് ആ സ്റ്റൈലിംഗ് റീയൂസ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ നേരത്തെ സിറ്റിന്ന് എഴുതിയില്ലേ സ്റ്റൈല്, നമുക്ക് ഈ ഒരു സ്റ്റൈലിനെ റീയൂസ് ചെയ്യാനായിട്ട് ആദ്യം ഇതൊരു വേരിയബിളിലോട്ട് മാറ്റാം. അതിനായിട്ട് ഒരു എക്സ്ട്രാ ഫോൾഡർ ഉണ്ടാക്കാം. തീം എന്നൊരു ഫോൾഡർ ഉണ്ടാക്കാം. തീം, അതിന്റെ അകത്ത് ഞാൻ തീം ഡാറ്റ് എന്നൊരു ഫയൽ ഉണ്ടാക്കി. ഈ ഫയലിനകത്ത് ടെക്സ്റ്റ് സ്റ്റൈൽ, ഒരു പുതിയ ടെക്സ്റ്റ് സ്റ്റൈൽ ഉണ്ടാക്കാണ്. അപ്പൊ അതിന് എന്താ പറയാ, സ്മോൾ ഡേ എന്നൊരു പേരിട്ടു, ഈക്വൽ ടു നേരത്തെ കൊടുത്ത ടെക്സ്റ്റ് സ്റ്റൈൽ. ഇനി മെറ്റീരിയൽ ഇപ്പൊ നമ്മള് ആ സിറ്റിന്ന് എഴുതിയ അതേ ഫോണ്ടിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഈ സ്മാൾ ഗ്രേന്ന് എഴുതിയതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്മാൾ ഗ്രേന്ന് എഴുതിയ ഈ സ്മാൾ ഗ്രേ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് സ്റ്റൈല് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യാം. അന്നേരമൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതിനി എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. സ്മോൾ ഗ്രേ എന്ന് കൊടുത്ത സാധനം നമുക്ക് വേണമെങ്കിൽ അടിയിൽ പോയിട്ട് ഈ പ്ലേസ് ചെയ്തതിലും കൊണ്ടുപോയി റീയൂസ് ചെയ്യാം. അപ്പൊ അതും രണ്ടും സെയിം ആയി. നമുക്ക് ഇങ്ങനെ ഒരുപാട് ടെക്സ്റ്റ് സ്റ്റൈലൊക്കെ ഒരുപാട് കോമൺ ആയിട്ട് വരുന്നതെല്ലാം ഒറ്റ സ്റ്റൈൽ എഴുതിയിട്ട് അത് നമുക്ക് റീയൂസ് ചെയ്യാം. അതിപ്പോ ടെക്സ്റ്റ് സ്റ്റൈല് മാത്രല്ല, കളറ്, ഒട്ടുമിക്ക പ്രോപ്പർട്ടീസും എല്ലാം, ഇപ്പോ ബോക്സ് ഡെക്കറേഷൻ ആയിക്കോട്ടെ, എല്ലാം നമുക്ക് റീയൂസ് ചെയ്യാം. ഇതേപോലെ വേരിയബിളിലാക്കിയിട്ട് റീയൂസ് ചെയ്യാം. ഇമേജ് കമന്റ് ബോക്സിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ, ഇമേജ് ആഡ് ചെയ്യുമ്പോൾ ഇമേജിന് എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ ഉണ്ടോ, ലൈക്ക് റെസൊല്യൂഷൻ?
റെസൊല്യൂഷൻ ഒന്നുമില്ല. ഇതിപ്പോ ഞാൻ കൊടുത്ത ഇമേജ് കുറച്ച് സൈസ് ഉള്ളതുകൊണ്ടും ഇതൊരു ലാൻഡ്സ്കേപ്പിൽ ആയതുകൊണ്ടും നിങ്ങൾ തന്നെ ഞാൻ വേറെ സൈസ് ഒന്നും കൊടുത്തില്ല. നിങ്ങൾ ഇടണ ഇമേജിന് അങ്ങനെ സൈസ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് സൈസ് ഇവിടെ സ്പെസിഫൈ ചെയ്യാം. വിഡ്ത്ത് ഹൈറ്റ് ഇവിടെ സ്പെസിഫൈ ചെയ്യാം. വിഡ്ത്ത് ഇപ്പൊ സ്ക്രീനിന്റെ അതേ വിഡ്ത്ത് തന്നെ വന്നെങ്കിൽ ഇതേപോലെ സ്ക്രീൻ വിഡ്ത്ത് തന്നെ കൊടുക്കാം. അങ്ങനെ എന്തുകൊണ്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ കൊടുത്ത ഇമേജിൽ അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്നുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യമില്ലെങ്കിൽ അത് ചെയ്തു. ഇനിയിപ്പോ അടുത്തായിട്ട് ഇനി ഈ ഒരു ടെക്സ്റ്റ് ചെയ്തിട്ടില്ലേ, ഇതിന്റെ മേളും താഴത്തും ചെറിയൊരു സ്പേസിംഗ് ഉണ്ട്. ആ സ്പേസിംഗ് വരാനായിട്ട് നമുക്ക് എന്റെ റോ പാഡിങ് കൊടുക്കാം. അത് റാപ്പ് വിത്ത് പാഡിങ് സിമെട്രിക് വെർട്ടിക്കൽ ടോപ്പും ബോട്ടം മാത്രം മതി, സൈഡിൽ വേണ്ട. അതുകൊണ്ടാണ് വെർട്ടിക്കൽ ഉപയോഗിക്കുന്നത്. വെർട്ടിക്കൽ ടോപ്പിലൊന്നും വന്നു, ബോട്ടത്തിലുണ്ട്. നമുക്ക് അടുത്ത എലമെന്റ് ഉപയോഗിക്കുമ്പോൾ അറിയാൻ പറ്റും. അടുത്ത ടെക്സ്റ്റ് അതിന്റെ സ്പെസിഫിക്കേഷൻസ് എഴുതിയുണ്ട്. എത്ര ബെഡ്റൂം ഉണ്ട് എല്ലാം എഴുതിയിട്ടുണ്ട്. നമുക്ക് കൊടുക്കാം 4 bedrooms /2 ഈ ഒരു ടെക്സ്റ്റ് സെന്ററിലാണ് വന്നേക്കണേ. അത് കാരണം നമ്മൾ ഈ കൊടുത്ത കോളത്തിന് ആക്സിസ് സ്പെസിഫൈ ചെയ്തില്ല. അതിന് ക്രോസ് ആക്സിസ് സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ടാണ് അത് ഡീഫോൾട്ട് ആയിട്ട് സെന്റർ ഒന്ന് നടക്കുന്നത്. അത് ലെഫ്റ്റ് ആക്കാം. ലെഫ്റ്റ് ആക്കാൻ ക്രോസ് ആക്സിസ് അലൈൻമെന്റ് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഇവിടെ ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലോട്ട് ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് വന്ന് നടക്കുന്നു. ഇനിയിപ്പോ ഇതില് 4 bedroom എഴുതിയതിനകത്ത് ഒരു ഫോണ്ട് കൊടുക്കാൻ വേണമെങ്കിൽ ഞാനിവിടെ കൊടുക്കുന്നില്ല. കാരണം എനിക്ക് ഈ ഡിസൈനിൽ ഏകദേശം അതേപോലെ തന്നെയാണ് ഇതിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു ഐക്കണുള്ള ഈ ഒരു ബട്ടൺ കൊടുക്കാം. ഈ ഒരു ബട്ടൺ ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ട് വേറൊരു വിഡ്ജറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അതിനായിട്ട് ഈ കോളത്തിനെ റാപ്പ് ചെയ്യാം. ഒരു വിഡ്ജറ്റ് വെച്ച് റാപ്പ് വിത്ത് വിഡ്ജറ്റ് സ്റ്റാക്ക് എന്ന് പറഞ്ഞ വിഡ്ജറ്റ് ആയിട്ട് കൊടുക്കാം. സ്റ്റാക്കിന്റെ അകത്ത് ചിൽഡ്രൻസ് ആണ്, ചൈൽഡ് അല്ല. അതിനൊന്നിൽ കൂടുതൽ ചൈൽഡ് വരാം. അതുകൊണ്ട് ചിൽഡ്രൻ ആയിട്ട് കൊടുക്കണം. നമുക്ക് ഈ ഒരു കോളത്തിന് ഇവിടെ നിന്ന് എടുക്കാം. ഒരു മിനിറ്റ്, കോളത്തിന് എടുക്കാം. ഇതിനെ ചിൽഡ്രൻ ആക്കാം. ചിൽഡ്രന്റെ അകത്ത് കോളം കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരും. ഇനി അടുത്തത് ഈ സ്റ്റാക്കിന്റെ അകത്ത് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിഡ്ജറ്റിന്റെ പൊസിഷൻ. ഈ പൊസിഷൻ എന്ന് പറയുന്ന വിഡ്ജറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇതിന്റെ പൊസിഷൻ സ്പെസിഫൈ ചെയ്യാം. ഇതിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല. ഈ ഇമേജിന്റെ ബാക്കിലായിട്ട് വന്നെടുക്കുക. കാരണം ടെക്സ്റ്റ് കൊടുത്തിട്ട് ഈ ഒരു ടെക്സ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇമേജ് കോഡിൽ കൊടുത്തേക്കുന്നത്. അപ്പോ ഓർഡർ അനുസരിച്ച് ഇമേജ് ആണ് ഫ്രണ്ടിലായിട്ട്. അപ്പൊ നമുക്ക് ഈ ടെക്സ്റ്റ് ഫ്രണ്ടിലായിട്ട് കൊണ്ടുവരാനായിട്ട് ഇതേപാടി കോപ്പി ചെയ്തിട്ട് നമുക്ക് ഈ കോളം അവസാനിക്കുന്നതിന്റെ അടുത്തതായിട്ട് കൊടുക്കാം. അതിന്റെ അടിയിൽ കൊടുക്കാം. അപ്പൊ ഈ ടെക്സ്റ്റ് കയറി വന്നിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ടെക്സ്റ്റ് ഇത് ചെറിയൊരു ടെക്സ്റ്റ് ആണത്. അത് വലുതാക്കാം. ഈ വൈറ്റ് കളറിൽ ടെസ്റ്റ് ഒരു ടെക്സ്റ്റ് കാണാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും? ഹലോ, നമുക്ക് ഇനി ഒരു ടെക്സ്റ്റിനെ അതായത് ഈ പൊസിഷന്റെ വിഡ്ജറ്റിന്റെ അകത്ത് ചൈൽഡ് ആയിട്ട് കൊടുത്തത് കൊണ്ട് നമുക്ക് ഇതിന്റെ എന്താ പറയാ ഇതിന്റെ
പൊസിഷൻ സ്പെസിഫൈ ചെയ്യും. ഇപ്പൊ നമ്മള് വെബിൽ ചെയ്യുമ്പോൾ HTML CSS ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ പൊസിഷൻ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇതിലും. ഇപ്പോ വെബിൽ ചെയ്യാൻ നേരത്ത് CSS പാരന്റിന് പൊസിഷൻ റിലേറ്റീവ് കൊടുത്ത ചൈൽഡിന് അബ്സല്യൂട്ട് കൊടുത്തു കഴിയുമ്പോൾ അബ്സല്യൂട്ട് കൊടുത്ത ചൈൽഡിന് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് എന്ന് വെച്ചിട്ട് പൊസിഷൻ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഇതില് പാരന്റ് സ്റ്റാക്ക് ആയിരിക്കണം, ചൈൽഡ് പൊസിഷൻ എന്നുള്ള വിഡ്ജറ്റിന് അകത്തായിരിക്കും കൊടുത്തേക്കാം. എന്നാൽ മാത്രമേ ഇതേപോലെ മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് റൈറ്റ് ടേൺ കൊടുത്തു, റൈറ്റ് സൈഡിൽ നിന്ന് 10 DP പുറത്തായിട്ട് മാറിയിരുന്നു. ടോപ്പ് ടേൺ കൊടുത്തു, അത് അറിയാനേ പറ്റില്ല. ചെറിയ ടോപ്പ് ടേൺ കൊടുത്തതിനിപ്പോ ടോപ്പിൽ നിന്ന് 10 കുറച്ച് താഴോട്ട് വന്നു. ഇനിയിപ്പോ അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ബോട്ടം 20 കൊടുത്തു. ഇവിടെ $200 അവിടെ കയറി നിൽക്കുന്നേ. ഒരു മിനിറ്റ് താഴെന്ന് 200 കൊടുത്തപ്പോ താഴെന്ന് 200 DP മേളിൽ. അങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റാക്കിന്റെ അകത്ത് എവിടെ വേണമെങ്കിലും ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്ന വിഡ്ജറ്റ് നമുക്ക് മാറ്റിയിടാം. പൊസിഷന്റെ വിഡ്ജറ്റ് ഉപയോഗിച്ച് എവിടെ വേണമെങ്കിലും പൊസിഷൻ ചെയ്യാം. പിന്നെ സ്റ്റാക്കിന്റെ സൈസ് വന്നത് അതിന്റെ ചിൽഡ്രൻ എന്തോരം വരുമോ അതുപോലെ. അതായത് സ്റ്റാക്കിന്റെ അകത്ത് കോളം ഇപ്പോ ഇത് ഏകദേശം ഈ ബെഡ്റൂമിന്റെ അടി വരെ ഉണ്ടാവും. മേളിലെ ഇമേജിന്റെ ടോപ്പ് മുതല് താഴത്ത് ബെഡ്റൂമിന്റെ ആ ബെഡ്റൂമിന് എഴുതിയ ടെക്സ്റ്റിന്റെ അടിവശം വരെ ഉണ്ടാവും ഈ ഒരു സൈസ്. അപ്പൊ നമുക്ക് ഈ ടെക്സ്റ്റ് എന്നുള്ള ടെക്സ്റ്റ് എവിടെ വേണമെങ്കിലും ഈ ഒരു സ്ക്വയറിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ പൊസിഷൻ ചെയ്യാം. നമുക്ക് ഈ ഡിസൈനിൽ ഈ ഒരു ബട്ടൺ ഈ ഒരു പൊസിഷനിലാണ്. അതുകൊണ്ട് ഒരു ടോപ്പ് റൈറ്റ് പൊസിഷനിലാണ്. അപ്പൊ നമുക്ക് അവിടേക്ക് നോക്കാം. അതിനായിട്ട് ടോപ്പ് റൈറ്റ് ടോപ്പ് 20 അവിടെ പൊസിഷൻ ചെയ്തു. ഇനി അടുത്ത ടെക്സ്റ്റ് കളയാം, കാരണം നമ്മൾ ചെയ്യുന്നതിൽ ടെക്സ്റ്റ് ഇല്ല. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ആഡ് ചെയ്ത ടെക്സ്റ്റാണ്. ഇനി കണ്ടെയ്നർ പെട്ടെന്ന് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഇപ്പോ HTML ഡിബ് ഉപയോഗിക്കില്ല. എവിടെ നോക്കിയാലും ഡിബ് ഉപയോഗിക്കും. അതുപോലെ തന്നെ നമുക്ക് എവിടെ നമുക്ക് ഉപയോഗിക്കാതെ കണ്ടെയ്നർ ചൈൽഡായിട്ട് ടെക്സ്റ്റ് icons dot favorite border എന്ന് പറഞ്ഞാൽ ഒരു ഹെയർട്ടിന്റെ സിമ്പിളില് മെറ്റീരിയൽ ഐക്കൺസിൽ കൊടുത്തുള്ള പേരാണ് കേട്ടോ. ഇപ്പൊ ഇവിടെ ഒരു ഹെയർട്ടിന്റെ സിമ്പിൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നുണ്ടോ. ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തത് ഈ കണ്ടെയ്നർ ആണ്. അപ്പോ ഇത് നേരത്തെ കൊടുത്ത പോലെ ഇതിന്റെ അകത്ത് കുറച്ചൊരു പാഡിങ് ഉണ്ട്. ഈ കണ്ടെയ്നറിന് ഒരു പാഡിങ് ഉണ്ട്. ഇതിനൊരു റേഡിയസ് ഉണ്ട്. അതിന്റെ അറ്റമൊക്കെ ഒന്ന് എഡ്ജൊക്കെ ഒന്ന് റൗണ്ട് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പാഡിങ് കൊടുക്കാം. പാഡിങ് എല്ലാം ചുറ്റും പാഡിങ് ഉണ്ട്. അതുകൊണ്ട് എല്ലാം എഡ്ജിൻസ് ഓൾ കൊടുക്കാം. ഓൾ ടേം സൈസ് കൊടുത്തു. ടേം കൊടുത്തപ്പോ ചുറ്റും ഒരു പാഡിങ് ഒന്നും വലുതായി. ഇനി അടുത്തതായിട്ട് ഇതിനൊരു റേഡിയസ് കൊടുക്കാം, റൗണ്ട്നെസ് കൊടുക്കാം. അതിനായിട്ട് ബോക്സ് ഡെക്കറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞൊരു ഫീൽഡാണ്. അതില് ബോക്സ് ഡെക്കറേഷൻ അതിനകത്ത് ബോർഡർ റേഡിയസ് ബോർഡർ റേഡിയസ് സർക്കുലർ ഒരു 5 കൊടുക്കാം. ഇവിടെ എറർ അടിച്ചു. ഈ ഒരു എറർ ഞാൻ കുറച്ചു നേരം മുമ്പ് പറഞ്ഞായിരുന്നു. സംഭവം എന്താ വെച്ചാൽ കണ്ടെയ്നറിന്റെ അകത്ത് നമ്മൾ ബോക്സ് ഡെക്കറേഷൻ ഉപയോഗിക്കുമ്പോൾ കളർ പുറത്തു കൊടുക്കാൻ പറ്റില്ല. കളർ കൊടുക്കണ്ടെങ്കിൽ അത് ബോക്സ് ഡെക്കറേഷന്റെ അകത്തേ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ എറർ അടിച്ചത്. അതായത് രണ്ടാമത് പറഞ്ഞത് നിങ്ങൾക്ക് മറന്നു പോകാണ്ടിരിക്കാനാ. കാരണം നമ്മളിപ്പോ ഒരു ആപ്പ് ചെയ്യണതിന്റെ അടുത്ത് ഇങ്ങനെ ഏത് എറർ അടിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. വായിച്ചൊക്കെ കണ്ടുപിടിച്ച് തന്നെ ടൈം എടുക്കും.
ഇപ്പൊ നമ്മുടെ ഈ ഒരു വിഡ്ജറ്റ് റെഡി ആയി. അതായത് നമ്മുടെ ഡിസൈനിലുള്ള മെയിൻ വിഡ്ജറ്റ് ആയിട്ടുള്ള ഇതിനകത്ത് പ്രൊഡക്റ്റ് ആയിട്ട് കാണിക്കേണ്ടത് ഈ ഒരു ആപ്പിലത്തെ പ്രൊഡക്റ്റ് ഈ ഓരോ വീടുകൾ ലിസ്റ്റ് ചെയ്യുക, അതാണ് ഇതിന്റെ പ്രൊഡക്റ്റ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന്റെ കാർഡ്, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് വിഡ്ജറ്റ് ഫുള്ളായി. ഇനി ഇത് ഒന്നിൽ കൂടുതൽ വരുമ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ വിഡ്ജറ്റ് ആയിട്ട് മാറ്റാം, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം. കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒരു നല്ല മെത്തേഡ് അല്ല, അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഒരു വിഡ്ജറ്റ് ആയിട്ട് മാറ്റാം. ഈ ലിസ്റ്റ് വ്യൂവിന്റെ അകത്താണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ്, അതായത് ഈ ഒരു പ്രൊഡക്റ്റിന്റെ വിഡ്ജറ്റ് ഉണ്ടാക്കിയത്. അതായത് സ്റ്റാക്കിന്റെ അകത്ത് നമ്മൾ ഈ സ്റ്റാക്ക് കൊണ്ടുപോയിട്ട് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്ത് വിഡ്ജറ്റ് ആയിട്ട് മാറ്റാം. ഇതിന് ഞാൻ പ്രൊഡക്റ്റ് എന്ന് പേര് കൊടുക്കുകയാണ്, കാരണം ഈ ആപ്പിന്റെ മെയിൻ പ്രൊഡക്റ്റ് ആണ് ഈ ഒരു വീട് എല്ലാം. പ്രൊഡക്റ്റ് എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഈ പ്രൊഡക്റ്റ് നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം യൂസ് ചെയ്യാം. ഇനിയിപ്പോ ഇവിടെ സ്ക്രോളിങ്ങും വരും, തന്നെ ഓട്ടോമാറ്റിക് വന്നു. ഇത് മനസ്സിലായോ എല്ലാവർക്കും? ഞാൻ ഈ വിഡ്ജറ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തത് മനസ്സിലായോ? മനസ്സിലായി. ഇനി നമുക്ക് നേരത്തെ മറ്റേ ഗ്രേ ബോക്സിനകത്ത് ചെയ്ത പോലെ തന്നെ വാല്യൂസ് പാസ് ചെയ്യും. ഇപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്ന വിഡ്ജറ്റ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴും എന്താ സെയിം ഡാറ്റയാണ് ഉള്ളത്. നമുക്ക് എല്ലാ പ്രൊഡക്റ്റിലും ഡാറ്റ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോ എല്ലാത്തിലും ഡിഫറെന്റ് ഇമേജ് ആയിരിക്കും, ഡിഫറെന്റ് പ്രൈസ്, പ്ലേസ്, സ്പെസിഫിക്കേഷൻ എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു എല്ലാ വീടുകൾ തമ്മിൽ ഒരു ചെറിയൊരു സ്പേസിംഗ് ഉണ്ട് രണ്ടും തമ്മിൽ. നമുക്ക് ആ സ്പേസിങ്ങിനായിട്ട് ഒരു പാഡിങ് കൂടി കൊടുക്കാം. അത് കൊടുത്തിട്ട് വിഡ്ജറ്റ് ഫൈനലൈസ് ചെയ്യും. ഇപ്പോ വിഡ്ജറ്റ് എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഫയലിന് നേരെ താഴത്തായിട്ട് വന്ന് കിടപ്പുണ്ടാവും. ക്ലാസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ക്ലാസ് വന്ന് എടുക്കുന്നുണ്ടാവും. അതാണ് നമ്മുടെ വിഡ്ജറ്റ്. അതിന് റിട്ടേൺ സ്റ്റാക്കിന്റെ അവിടെ പോയിട്ട് പാഡിങ് വെച്ച് റാപ്പ് ചെയ്യാം. പാഡിങ് വെച്ച് റാപ്പ് ചെയ്ത് നമുക്ക് ടോപ്പ് ബോട്ടം മാത്രം മതി സ്പേസിന്. അതുകൊണ്ട് എഡ്ജ് ഇൻസെറ്റ്സ് സിമെട്രിക് ഉപയോഗിക്കാം. സിമെട്രിക് വെർട്ടിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടോപ്പും ബോട്ടം മാത്രമാണ് വരുള്ളൂ, സ്പേസിങ് വരുള്ളൂ. കൊടുത്തപ്പോ ഒരു സ്പേസിങ് വന്നു. ഒരു കാണാനൊരു ഇതുണ്ട്, കാരണം ഒരു സ്പേസിങ് ഉണ്ട്, രണ്ടും ചേർന്നിരിക്കില്ല. ഇനി നമുക്ക് ഇതിനായിട്ട് ഈ പ്രൊഡക്റ്റിലായിട്ട് വാല്യൂസ് പാസ് ചെയ്യാം. അതിനായിട്ട് നേരത്തെ ചെയ്ത ഒരു പ്രൈസ് ഇടാം. പ്രൈസ് അടിച്ച് ഞാനൊരു പ്രൈസ് ഇട്ടു 199. ഇവിടെ പ്രൈസ്, ഈ പ്രൈസ് എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ ഇവിടെ പാസ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എറർ അടിക്കുന്നത്. അപ്പൊ നമുക്കൊരു പാരാമീറ്റർ ആഡ് ചെയ്യാം, നെയിംഡ് പാരാമീറ്റർ ആഡ് ചെയ്യാം. പ്രൈസ് ഫൈനൽ സ്ട്രിംഗ് പ്രൈസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫൈനൽ തന്നെ കൊടുക്കണം, കാരണം ഡീഫോൾട്ട് ആയിട്ട് ഓരോ ഇതിലും ഡാറ്റ ഉണ്ട്, അതുകൊണ്ട് ഫൈനൽ തന്നെ കൊടുക്കണം. ഇനിയിപ്പോ ഇവിടുന്ന് പാസ് ചെയ്യണ പ്രൈസ് നമുക്ക് താഴത്ത് കിട്ടും, നമുക്ക് ഈ ബഡ്ജറ്റിന്റെ അകത്ത് കിട്ടും. ഇനി ആ പ്രൈസ് കാണിക്കാം. പ്രൈസ് കൊടുത്തു. ഇപ്പൊ എറർ അടിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ബഡ്ജറ്റിൽ മാത്രമാണ് നമ്മൾ പ്രൈസ് വാല്യൂ പാസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് എല്ലാത്തിലും പാസ് ചെയ്യണം. പാസ് ചെയ്തിട്ടില്ലെങ്കിൽ എറർ അടിക്കും, കാരണം നമ്മളിവിടെ ടെക്സ്റ്റിന്റെ വാല്യൂ ആയിട്ട് പ്രൈസ് ആണ് കൊടുത്തിരുന്നത്. ടെക്സ്റ്റിന്റെ വാല്യൂ ഒരിക്കലും നള്ളാവാൻ പാടില്ല. ഇതിപ്പോ ഈ ഒരു സംഭവം മാറ്റാനായിട്ട് ഇപ്പൊ നമ്മളൊരു പ്രൊഡക്ഷനിൽ ഒരു ആപ്പ് ചെയ്യാൻ നേരത്തെ ചിലപ്പോ നള്ള് വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു സംഭവം ചെയ്യാം. ഇതിനെ ഡബിൾ കോട്ട്സിന്റെ അകത്ത് ഡോളർ പ്രൈസ് കൊടുക്കാം. ഡോളർ ഇട്ട് ഡബിൾ കോട്ട്സിന്റെ അകത്ത് നമുക്ക് വേരിയബിൾ പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുക്കാൻ നേരത്തെ എറർ വരില്ല, കാരണം ഈ നള്ളിനെ ഈ ഡബിൾ കോട്ടിന്റെ അകത്ത് വേരിയബിൾ പ്രിന്റ് ചെയ്യിപ്പിക്കുമ്പോൾ അത് ടെക്സ്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ആവും. അതായത് പ്രൈസ് നള്ളായിട്ട് വന്നാൽ നള്ള് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ആയിട്ട് ഇവിടെ പ്രിന്റ് ചെയ്യും. ഇവിടെ നള്ള് കിടക്കണുണ്ടോ?
ഓക്കെ, നമുക്കിനി എല്ലാത്തിനും പ്രൈസ് പാസ് ചെയ്യാം. പ്രൈസ് ഹിന്ദി 455 നല്ല പ്രൈസ് പാസ് ചെയ്തു. ഇതേപോലെ തന്നെ പ്ലേസ് പ്ലേസ് പാസ് ചെയ്യാം. അതിന്റെ സ്പെസിഫിക്കേഷൻ സ്പെക്സ് എന്ന് കൊടുക്കാം, ഒരു ഷോർട്ട് ഫോം ആയിട്ട് സ്പെക്സ് പാസ് ചെയ്യാം. ഫോർ ബെഡ്റൂം സ്ലാഷ് ടൈം അധികമാവണ്ടേ, പെട്ടെന്ന് തന്നെ തീർക്കാം. 3 ബാത്റൂം. നമുക്കിവിടെ ദിസ് ഡോട്ട് സ്പെക്സ് this dot place comment ചെയ്യാൻ മതി. ഇനി എല്ലാത്തിനും നമുക്ക് ഡിഫറെന്റ് ഇമേജ് കൊടുക്കാം. ഇപ്പൊ ഞാൻ ലോക്കലില് അസറ്റ്സില് 2 ഇമേജ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് 2 മാറ്റി കൊടുക്കാനായിട്ട് ഞാൻ ഇമേജ് എന്ന് പറഞ്ഞ ഒരു ഇമേജ് പാത്ത് എന്ന് പറഞ്ഞൊരു ഫീൽഡ് കൂടി ആഡ് ചെയ്യണം. ഇമേജ് പാത്തിനകത്ത് അസറ്റ്സ് /img/home.jpg ഒരു വിഡ്ജറ്റും ബാക്കി ഞാൻ ക്ലിയർ ചെയ്തിട്ടോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് img path this.img path. ഇനി ഇമേജിന്റെ പാത്തിന് പകരം img പാത്ത് കൊടുക്കാം. പ്ലേസിന് പകരം നമ്മൾ നേരത്തെ കൊടുത്ത പ്ലേസ് എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുക്കാം. ഇനി സ്പെസിഫിക്കേഷന് പകരം സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞ നമ്മൾ സ്പെക്സ് എന്ന് പറഞ്ഞുള്ള വേരിയബിൾ കൊടുക്കാം. നമ്മൾ ഈ വേരിയബിളിലായിട്ട് ആക്കി കൊടുത്തു. അപ്പൊ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ വരും. ഇനി ഈ പ്രൊഡക്റ്റ് എനിക്ക് ഒന്നും കൂടുതൽ പ്രൊഡക്റ്റ് വേണം. അപ്പൊ ഞാൻ ഒന്നും കൂടി കൊടുത്തു, ഒരു പ്രൊഡക്റ്റ് കൂടി കൊടുത്തു. അതിന്റെ പ്രൈസ് മാറ്റി കൊടുത്തു, പ്ലേസ് മാറ്റി കൊടുത്തു, സ്പെക്സ് സെയിം. ഇനി ഇമേജ് മാറ്റി കൊടുക്കാൻ home2 എന്നൊരു ഫയലും കൂടി ഒരു ഇമേജ് കൂടി അസറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതും എനിക്ക് കിട്ടും. അടുത്തതോടി വന്നു. ഇപ്പൊ 2 ഇമേജ് 2 ഡാറ്റ എല്ലാം 2. ഇനി ഇതേപോലെ തന്നെ എനിക്ക് എന്തോരം മേളിലുണ്ടാക്കാം. ഞാനിപ്പോ 2 ഇമേജ് കൊടുത്തതുകൊണ്ട് എനിക്ക് 2 കൂടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ താഴത്തേട്ട് സ്ക്രോൾ ആവും, സൈഡിലായിട്ട് സ്ക്രോൾ ആവും. ഇനി ലാസ്റ്റ് ആയിട്ട് ഇനി ഇതിന്റെ അകത്തൊരു ഫ്ലോട്ടിംഗ് ബട്ടൺ ഉണ്ട്. അതിനായിട്ട് ഫ്ലട്ടർ തന്നെ ഒരു സംഭവം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തിരിച്ച് സ്കഫോൾഡിലേക്ക് വരാം. സ്കഫോൾഡില് ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ എന്നൊരു ഫീൽഡ് ഉണ്ട്. അതൊരു വിഡ്ജറ്റ് ആണ്. അതിന് കണ്ടെയ്നർ കളറായിട്ട് എന്താ പറയാ, നമ്മൾ ഇതിൽ കൊടുത്ത ഈ ഒരു ബ്ലൂ കളർ, ഈ ഒരു മാപ്പ് വ്യൂ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വ്യൂ ബ്ലൂ കളർ ഫ്ലട്ടറിന്റെ അകത്തില്ല. നമുക്കത് സെപ്പറേറ്റ് അടിച്ചു കൊടുക്കാം. അതിനായിട്ട് കളേഴ്സ് ഡോട്ട് ഫ്രം കളർ ഡോട്ട് ഫ്രം RGBO റെഡ് ഗ്രീൻ ബ്ലൂ ഒപ്പാസിറ്റി. അതാണ് അതിന്റെ 9965 ഈ കണ്ടെയ്നറിന് സൈസ് കൊടുക്കാത്ത തന്നെയാണ് സ്ക്രീൻ ഫുൾ ആയിട്ട് വന്നിരിക്കണേ. അറിയിക്കണ്ട താഴത്ത് കണ്ടോ, താഴത്ത് ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ വന്നിട്ടുണ്ട്. ബട്ടൺ അല്ല, ഒരു കണ്ടെയ്നർ ആണത്, ഫ്ലോട്ടിംഗ് ബട്ടൺ. ഇനി അതിന്റെ അകത്ത് ചൈൽഡ് ആയിട്ട് റോന്റെ അകത്ത് ടെക്സ്റ്റ് വ്യൂ കളറായിട്ട് ഇതിന് വൈറ്റ് കളർ കൊടുക്കണം. അതിനായിട്ട് സ്റ്റൈല് ടെക്സ്റ്റ് സ്റ്റൈൽ കളേഴ്സ് ഡോട്ട് വൈറ്റ്.
ആപ്പ് കൊടുത്തു. ഇനി അതിൻ്റെ അകത്തൊരു ഐക്കണും കൂടി ഉണ്ട്. അതിനായിട്ട് icons dot location അതിന്റെ കളറുമായിട്ട് ഐക്കണിന്റെ കളർ സ്പെസിഫൈ ചെയ്യാൻ കളർ എന്നൊരു ഫീൽഡ് ഉണ്ട്. കളർ ഫീൽഡില് കളർ പാസ് ചെയ്യുക. കളേഴ്സ് ഡോട്ട് വൈറ്റ് കളറിനായിട്ട് വൈറ്റ് കളർ പാസ് ചെയ്യുക. ഇപ്പൊ അതിൻ്റെ അകത്ത് ഐക്കൺ ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്. നമുക്ക് ഇതിനൊരു ആ ഒരു കണ്ടെയ്നറിന് റേഡിയസ് കൊടുക്കണം. അതിനായിട്ട് ഡെക്കറേഷൻ, ബോക്സ് ഡെക്കറേഷൻ, അതിൻ്റെ അകത്ത് ബോർഡർ റേഡിയസ് കൊടുത്തു, അതിന്റെ കളർ കൊടുത്തു. കളറ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഡെക്കറേഷൻ അകത്ത് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ എറർ അടിക്കും. ഇനി ഒരു ചെറിയ പാഡിങ് കൂടി കൊടുക്കാം. പാഡിങ് ചെയ്യുമ്പോൾ അജ്മലെ പെട്ടെന്ന് അവസാനിപ്പിക്കാണ്ട് നിർത്താം. തീർന്നതാണ്, ലാസ്റ്റ് ആണ്. ഇനിയിപ്പോ ഈ ഒരു ഫ്ലോട്ടിങ് ഐക്കൺ നമ്മുടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ബോട്ടത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് സെന്റർ ആക്കാനായിട്ട് സ്കഫോൾഡിനകത്ത് ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ലൊക്കേഷൻ എന്നൊരു ഫീൽഡ് ഉണ്ട്. അതില് ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ലൊക്കേഷൻ ഡോട്ട് സെന്റർ ഫ്ലോട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഡിസൈനിലെ ഹോം പേജ് തീർന്നു. ഇതിന്റെ ഹോം കംപ്ലീറ്റ് ആയി. ആ ഹോമിൽ അതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. കൊടുത്തിരുന്നില്ലേ? അത് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ സിംഗിൾ ചൈൽഡ് സ്ക്രോൾ ഇവന്റ് അകത്ത് എന്റെ ആപ്പ് റാപ്പ് ചെയ്തെടുത്തു. അതായത് ഈ സിംഗിൾ ചൈൽഡ് സ്ക്രോൾ ഇവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിന്റെ സൈസ് വരും, അതായത് സ്ക്രീനിന്റെ സൈസ് വരും. അതിലേക്കായും കൂടുതൽ വന്നു കഴിയുമ്പോൾ ഫുൾ ആയിട്ട് സ്ക്രോൾ ആവും. ഓക്കെ, ഈ സിംഗിൾ ചൈൽഡ് സ്ക്രോൾ വ്യൂവിന്റെ ചൈൽഡ് ആണ് ഈ സിറ്റി ടെക്സ്റ്റ് എല്ലാം. ഈ ആപ്പിനകത്ത് കൊടുത്ത എന്റെ സംഭവം. അതുകൊണ്ട് ഇത് ഫുൾ ആയിട്ട് സ്ക്രോൾ ചെയ്യും. ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒരു മെത്തേഡ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു ഡിസൈൻ തന്നെ നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. നിങ്ങൾ ഫ്ലട്ടർ പഠിച്ച് കുറച്ച് ചെയ്ത് എക്സ്പീരിയൻസ് വന്നു കഴിയുമ്പോൾ ഇതിൽ കൂടുതൽ സെറ്റപ്പ് ചെയ്യാം. പിന്നെ ഇനി അടുത്ത ക്ലാസ്സിൽ ഫായ്സ് ഈ കസ്റ്റം ആപ്പ് ബാർ നിങ്ങൾ ഉണ്ടാക്കിയില്ലേ, ആപ്പ് ബാർ ശരിക്കും ഒരു പ്രൊഡക്ഷൻ ആപ്പിൽ ഇങ്ങനെയല്ല ഉപയോഗിക്കാം. ഈ ഒരു ആപ്പിൽ ഉപയോഗിച്ച പോലെ അല്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഫായ്സ് ഫസ്റ്റ് ഡേ ഇങ്ങനെ പഠിപ്പിച്ചത്. ഇനി അടുത്ത ദിവസം അവൻ ആപ്പ് ബാർ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതും ഡാർക്ക് തീം ലൈറ്റ് തീം സെറ്റ് ചെയ്യുന്നതും എല്ലാം പഠിപ്പിക്കും. ഇതിൽ കുറച്ച് ഈ ഒരു ഡിസൈൻ ചെറിയൊരു പോരായ്മ ഉണ്ട്. അത് നിങ്ങൾ ചെയ്ത് അടുത്തത് ചെയ്യുമ്പോൾ അത് പറഞ്ഞു പോരും. എല്ലാം ഫസ്റ്റിലേ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഈ നെവർ സ്ക്രോളബിൾ ഫിസിക്സ് ഇല്ലേ, ഇത് കൊടുത്തു കഴിഞ്ഞപ്പോ ലിസ്റ്റ് വ്യൂ സ്ക്രോൾ ആവില്ല. ഇനി ഇത് കൊടുത്തില്ല എങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാൻ ഫ്രാൻസിസ്കോ അതിന്റെ അടിയിലത്തെ ഈ ഒരു സ്ക്രോളിങ്ങും കഴിഞ്ഞിട്ട് ഇവിടെ വച്ച് നിൽക്കും. ഇതിന്റെ അടിയിൽ മാത്രം സ്ക്രോളിംഗ് ഉണ്ടാവുള്ളൂ. മേളിലെല്ലാം സ്റ്റാറ്റിക് ആയിട്ട് അവിടെ സ്റ്റിക്കി ആയിട്ട് നിൽക്കും. അത് മാറ്റാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ഇതിന്റെ കോഡ് വേണമെങ്കിൽ ഞാൻ ഗിറ്റബിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഇപ്പോ കമന്റ് ബോക്സിൽ ഇടാം. ലിങ്ക് കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ ചെയ്ത ഫുൾ കോഡ് ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത വേറെ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം.
ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇന്നത്തെ സെഷൻ അവസാനിപ്പിച്ചാലോ? ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് വഴി അവസാനിപ്പിക്കാം. ആ അപ്പോ ഇന്നത്തെ സെക്ഷൻ അവസാനിപ്പിക്കാൻ പോകുന്നത് അനന്തൻ ഉണ്ടോ ഇതിനകത്ത്? അനന്തൻ പോയോ? അനന്തൻ അനന്തൻ പോയി. അപ്പൊ ഇനി എല്ലാവർക്കും ഹാപ്പി ഓണം. ഗുഡ് നൈറ്റ്. ഇനി നാളെ ഒരു സെഷൻ ഉണ്ട്, അതിൽ എല്ലാവരും ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ ചെയ്ത് നോക്കി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു സെഷൻ ആയിരിക്കും അത്. ഇതിന്റെ അത്രയും ബോറിംഗ് ഒന്നും ഉണ്ടാവില്ല. അതെല്ലാവരും ഡൗട്ട് ചോദിക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. Excuse me, Farooq. Farooq ഉണ്ടോ? Farooq.